Yes, hello dear students. എല്ലാവരും റെഡി ആണോ? ഓൺ ആണോ? ഓക്കെ. സോ നമുക്ക് ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഓക്കെ എന്നോ റെഡി എന്നോ എന്തെങ്കിലും ഒന്ന് കാണിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് വേസ്റ്റിംഗ് ടൈം. നമുക്കറിയാം ഡോപ്പ ടെസ്റ്റ് സീരീസിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഡോപ്പ ടെസ്റ്റ് സീരീസ് എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഡോപ്പ ടെസ്റ്റ് സീരീസ് എക്സാം എഴുതാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡോപ്പൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ആയിരിക്കും നമുക്ക് ഓരോ ദിവസവും അതിൽ ഓരോ ദിവസത്തെ എൻഡിൽ വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഓക്കെ റെഡി അഞ്ജലി CA. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിലോട്ട് കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഡോപ്പ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സാമിൻ്റെ വിന്നേഴ്സിന് ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. എക്സാമിൽ നമുക്ക് ടോട്ടലി 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ആ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ 20 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഔട്ട് ഓഫ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ടോട്ടലി 40 മാർക്സ് ആണ്. ഈ 40 മാർക്സിൽ 40 മാർക്സും സ്കോർ ചെയ്യാൻ പറ്റിയ മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്കിവിടെ കാണാം കേട്ടോ. നോക്കൂ, നമുക്ക് ആരൊക്കെയുണ്ട്? റിത വന്നിട്ടുണ്ട്, ഷുവർ ഷോട്ട് 60 സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഹെന്ന ജലീൽ വന്നിട്ടുണ്ട്, റിപ്പീറ്റേഴ്സ് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. മുഹമ്മദ് റാഹിൽ ഫറൂഖ് ബോയ്സ് ബാച്ച് 2. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. പിന്നെ നമുക്ക് സെറീന ജാക്കബ് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഷി വിൽ ബി എ നോൺ ഡോപ്പ സ്റ്റുഡൻറ്റ്. ഫാരിഷ് വന്നിട്ടുണ്ട്, ഷോർട്ട് ഷോട്ട് 60 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഷിവാനി നോൺ ഡോപ്പ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് നൈഷ ഷുവർ ഷോട്ട് 60 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ സരിക സന്തോഷ് റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ചിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ നമുക്ക് ഹിസാന, ആദിത്യൻ, TP, റയാൻ ഇവർ 3 പേരും നോൺ ഡോപ്പ സ്റ്റുഡൻസ് ആണ്. പിന്നെ നമുക്ക് ആരാളുള്ളത്? നമുക്ക് നഫീസ, കൻസ, റന, ഫാത്തിമ, ലിബ, യൂനുസ് എനിക്കറിയാവുന്ന കുട്ടികളാണ്. അവർ എയിംസ് ഗേൾസ് ബാച്ച് 2 എയിംസ് ഗേൾസിലെ സ്റ്റുഡൻസ് ആണ്. പിന്നെ റഷ ഫാത്തിമ എനിക്കറിയാവുന്ന സ്റ്റുഡൻ്റ് ആണ്. പാവങ്ങാട് ഗേൾസ് ബാച്ച് 2 സ്റ്റുഡൻ്റ് ആണ്. പിന്നെ റിച്ച റോസ് ഇമാനുവൽ ആൽപ്സ് റിപ്പീറ്റേഴ്സ് ബാച്ച് 1 മലപ്പുറം ആൽപ്സ് റിപ്പീറ്റേഴ്സിലെ സ്റ്റുഡൻ്റ് ആണ്. മിസ്ബ ഫാത്തിമ എയിംസ് ഗേൾസ് ബാച്ച് 1. സിയ BV TV റിപ്പീറ്റേഴ്സ് ഹൈബ്രിഡ് കാലിക്കറ്റ് ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്. പിന്നെ നഷ്മിയ പാവങ്ങാട് ഗേൾസ് ബാച്ച് 2. പിന്നെ മുഹമ്മദ് ബാസിൽ PV റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 7 സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് അഫ്രീൻ അജ്മൽ ഓൺലൈൻ +2 CBSE ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ടു ഓൾ ദ വിന്നേഴ്സ്. നമുക്ക് ഓരോ ദിവസവും ഡോപ്പ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഡോപ്പൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതാവുന്നതാണ്. ഓരോ ദിവസവും അതിൻ്റെ ഓരോ ദിവസത്തെ എൻഡിൽ നമുക്ക് എന്തുണ്ടാവും? ഇതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും കേട്ടോ. ആൾമോസ്റ്റ് 1 hour ഒക്കെ മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ വരാവുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫുൾ തിയറി ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നറിയാം. അപ്പോൾ എവിടേക്കാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആയിരിക്കും കൂടുതൽ നമ്മൾ എന്തായാലും ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ വിത്തൗട്ട് ബിഫോർ ഗോയിങ് ടു ദ ചാപ്റ്റർ നമുക്ക് ഡോപ്പ നീറ്റ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് നോൺ ഡോപ്പ സ്റ്റുഡൻസിനൊക്കെ എസ്പെഷ്യലി നമുക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് നിങ്ങളെ അതിൽ നിങ്ങൾക്കൊരു ഹെൽപ്പൊക്കെയുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു വാട്സാപ്പ് ചാനലാണ് നമുക്കുള്ളത്. ഈ വാട്സാപ്പ് ചാനൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സാപ്പ് ചാനലിലോട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടാവും. ഡോപ്പയിൽ തന്നെ ഇപ്പോൾ തന്നെ MBBS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് തരുന്നത്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നമുക്ക് സ്ഥിരം വരാറുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസർ എന്നോണം ആയിരിക്കും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് ചാനൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. സോ 2 days to go. നമുക്ക് സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് സീരീസ് വരുന്നത് 18-ാം തീയതിയാണ് വരുന്നത് അല്ലേ. അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എന്തുണ്ടാവും? ഇതിൻ്റെ ഒരു ഡിസ്കഷൻ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ആൾ ഓഫ് യു റെഡി? ഐ തിങ്ക് നമുക്ക് ഏതിലോട്ട് പോകാം? നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി കയറാം. സോ റെഡിയാണോ മക്കളെ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്ന് പറയൂ. റെഡിയാണോ? എല്ലാം റെഡിയാണോ? അടിപൊളിയല്ലേ? ഓക്കെ ഫൈൻ. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ? ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂളിനെ സംബന്ധിച്ച് NCERT നമുക്ക് NCERT മാത്രം അറിഞ്ഞാൽ മതി അല്ലേ. NCERTൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ NCERTയിൽ സെമിനിഫറസ് ട്യൂബ്യൂളിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അത് അറിയണം അല്ലേ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം 2 ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസ് പ്രസൻറ്റ് ആയിരിക്കുന്നത് നമുക്ക് സ്ക്രോട്ടം എന്ന് പറഞ്ഞൊരു സാക്കിലാണ്. എന്തിനാണ് സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസിനെ പ്ലേസ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തിനാണ്? ആക്ച്വലി സ്പെർമറ്റോജനസിസ് റിക്വയർ കുറച്ച് ടെമ്പറേച്ചർ ലോവർ ആണല്ലേ. എത്ര ടെമ്പറേച്ചർ ലോവറാണ്?
2 to 2.5 degrees Celsius lower than the body temperature. Body temperature 2 to 2.5 degrees Celsius കുറഞ്ഞാൽ മാത്രമേ ഐഡിയലി സ്പെർമറ്റോജെനിസിസ് ഉഷാറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റിസ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ എ സാക്ക് കാൾഡ് സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയും അല്ലേ. ഇനി ടെസ്റ്റിസിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുന്നു. അപ്പോൾ ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിസിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് അങ്ങ് റിവൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സാലൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും നമ്മൾ പറയട്ടോ. ഔട്ട് ഓഫ് ഓവറാൾ ഒരു ടെസ്റ്റിസിനകത്ത് എത്ര ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? എത്ര ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ ഉണ്ട്? ഹൗ മെനി? ഇതൊരു ലൊബ്യൂളാണ്, ഇതൊരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളാണ്. ഇതേപോലെ എത്ര ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ ഉണ്ട് എന്ന് ആർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ടോട്ടലി 250 ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്ന് NCERT പറയുന്നുണ്ടല്ലേ. ഈ 250 ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ, ഒരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളിൽ എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഹൗ മെനി സെമിനിഫറസ് ട്യൂബ്യൂൾ? NCERT പ്രകാരം എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്? 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് NCERT പറയുന്നുണ്ട് കേട്ടോ. NCERT എന്ത് പറഞ്ഞു അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർക്ക് ചോദിക്കാം. 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഓരോ ടെസ്റ്റിക്കുലർ ട്യൂബ്യൂളിൻ്റെ അകത്തും ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളാണ് കൺസിഡർ ചെയ്യാം അല്ലേ. ഇത് അടുത്ത ടെസ്റ്റിക്കുലർ ലൊബ്യൂളാണ്. ഇങ്ങനെ കുറേ ടെസ്റ്റിക്കുലർ ലൊബ്യൂളുണ്ട്. ഇതിൻ്റെ അകത്ത് ആരുണ്ടെന്നാണ് പറഞ്ഞത്? 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ആരുണ്ട്? 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളുകളുണ്ട് അല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടോ, ഇങ്ങനെ സെമിനിഫറസ് ട്യൂബ്യൂൾ ഓരോന്നിൻ്റെ ഉള്ളിൽ 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ പുറത്തെത്തിക്കാനാൽ എന്തായി? റീറ്റേറ്റ് ടെസ്റ്റിസ് ആയി. റീറ്റേറ്റ് ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്കുള്ള കണക്ഷൻ എന്താ? വാസ എഫറൻഷിയാണ്. വാസ എഫറൻഷി എന്തായി മാറുന്നു? എപ്പിഡെഡിമിസ് ആവുന്നു. ഈ എപ്പിഡെഡിമിസ് ആണ് എന്തായി മാറുന്നത്? നമുക്ക് വാസ് ഡിഫറൻസ് ആയി മാറുന്നത് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളിവിടെ ഈ ഒരു ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് എന്നുള്ളതാണ് ഇവിടെ അല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് NCERT അടുത്തൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളായിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ. ദിസ് ഈസ് എ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അപ്പോൾ ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻ. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്താണോ പുറത്താണോ ശരിക്കും ലേഡിക് സെൽസുകളുള്ളത് അഥവാ ഇൻഡസ്ട്രീഷ്യൽ സെല്ലുകൾ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്താണോ പുറത്താണോ? ഇപ്രാവശ്യത്തെ നിങ്ങൾ ഈ ഒരു ഡോപ്പ ടെസ്റ്റ് സീരീസിൽ അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. ഇൻഡസ്ട്രീഷ്യൽ സെല്ലുകളുള്ളത് എവിടെയുള്ളത്? പുറത്താണുള്ളത് അല്ലേ, പുറത്താണുള്ളത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്താണ് നമുക്ക് ആര് വരുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്താണ് നമുക്ക് നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ സെല്ലുകൾ വരുന്നത്, ഇൻഡസ്ട്രീഷ്യൽ സെല്ല് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ അകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇൻസൈഡ് ഈസ് ലൈൻഡ് ബൈ, നമ്മൾ ചോദ്യത്തിലോട്ട് വരികയാണ് കേട്ടോ. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ അല്ലേ. ഈ ഒരു ഏരിയയിൽ എന്തായാലും ആരുണ്ട്? നമ്പർ 1 സെർട്ടോളി സെൽസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സെർട്ടോളി സെല്ലുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അകത്ത് കാണുന്ന ഒരാളെന്ന് പറയുന്നത് ഇയാളാണ്. ആരാണിത്? സ്പെർമറ്റോസോവയാണ്. സ്പെർമറ്റോസോവ കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഇനീഷ്യലായിട്ട് കാണുന്നത്. നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ സ്പെർമറ്റോഗോണിയാസ് ഒക്കെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ബ്രിമ്മിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റിമ്മിലാണ്, പുറത്താണ്, പെരിഫറിയിലാണ് നമുക്ക് സ്പെർമറ്റോഗോണിയ കാണുന്നത്. ഈ സ്പെർമറ്റോഗോണിയാണ് പിന്നീട് ഉള്ളിലോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പെർമറ്റോജെനസിസ് നടക്കുമ്പോൾ ഭാവിയിൽ എന്തായി മാറുന്നുണ്ട്? സ്പെർമാറ്റിഡ് പിന്നെ എന്തായി മാറും? സ്പെർമറ്റോസോവായി മാറും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബേസിക്കലി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഞാൻ NCERT അവിടെ ഇവിടെയും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സമ്മറൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആൾറെഡി കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാൻ പോവുകയാണ്. നമുക്കറിയാം ഒരു ഹ്യൂമൻസിൻ്റെ കേസിൽ സാധാരണ അല്ലെങ്കിൽ മെയിൽസിൻ്റെ കേസിൽ സാധാരണഗതിയിൽ മെയിൻലി പ്യൂബർട്ടീൻ്റെയൊക്കെ സമയത്ത് GnRH പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ. GnRH ഞാൻ ചോദിക്കട്ടെ, GnRH പ്രൊഡ്യൂസ് ചെയ്യുക? ഹൂ വിൽ പ്രൊഡ്യൂസ് GnRH? ആർക്ക് ആൻസർ ചെയ്യാൻ പറ്റും? GnRH യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് അല്ലേ. ഹൈപ്പോതലാമസ് ആണ് GnRH പ്രൊഡ്യൂസ് ചെയ്യുക. ഈ GnRH എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? ദിസ് വിൽ ബി ഗോയിങ് ആൻഡ് ആക്ടിങ് ഓവർ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. AP ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അവിടെ നിന്ന് ആര് പ്രൊഡ്യൂസ് ചെയ്യും? നമുക്ക് LH പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? പിന്നെ FSH പ്രൊഡ്യൂസ് ചെയ്യും. LH പ്രൊഡ്യൂസ് ചെയ്യും, FSH പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മെയിൽസിൻ്റെ കേസിലാണ് കേട്ടോ. ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിലും സാധാരണ ഈ LH FSH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽസിൻ്റെ കേസിൽ LH എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? ആർക്ക് പറയാൻ പറ്റും? മെയിൽസിൻ്റെ കേസിൽ LH വിൽ ഗോ ആൻഡ് ആക്ട് വേർ ഇൻ വിച്ച് സെൽ? കറക്റ്റ് ആൻസർ വിൽ ബി LH will be going and acting over this Leydig cells ആണ് കേട്ടോ. Leydig cells-ലാണ് ആക്ട് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് FSH will be going and acting where? FSH will be going and acting over this. ഇത് ഏത് സെല്ലാണ് മക്കളെ? ഇത് ഏത് സെല്ലാണ്? ഇത് നമ്മുടെ സെർട്ടോളി സെൽസിലാണ്. അപ്പോൾ സെർട്ടോളി സെൽസിലാണ് FSH ആക്ട് ചെയ്യുക. ഇതൊക്കെ NCERT പറയുന്നുണ്ട്. FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുന്നു. സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. സ്പെർമിയോജെനസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. LH
LH will go and act over this interstitial cell or Leydig cells. Interstitial or Leydig cells നിന്ന് എന്നിട്ട് എന്താണ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആൻഡ്രോജൻ ആണ്. ഓക്കെ, ആൻഡ്രോജൻ ആണ്. അപ്പോൾ L4L എന്ന് ആലോചിച്ചാൽ മതി അല്ലേ? L4L, LH will go and act over this interstitial cellന്റെ ആക്ച്വൽ നെയിം അല്ലെങ്കിൽ വേറെ പേരെന്ന് പറയുന്നത് Leydig cells ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ ഓൺ ദിസ്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ എന്നാണ് ചോദിച്ചത് അല്ലേ? ഇൻസൈഡ് ആണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ല്യൂമനാണ് ഈ അകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈൻ ചെയ്തിട്ട് നമ്മൾ സ്പെർമറ്റോസോവ കാണും അല്ലേ? ഇവിടെ ലൈൻ ചെയ്തിട്ട് സ്പെർമറ്റോസോവ കാണും. മാത്രമല്ല അവിടെ ആരും കാണും, സ്പെർമറ്റോഗോണിയയും കാണും. സ്പെർമറ്റോഗോണിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെർട്ടോളി സെൽസും അവിടെ കാണും. സെർട്ടോളി സെൽസും ഇവിടെ ലൈൻ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെർട്ടോളി സെല്ലുകളുണ്ട്. സെർട്ടോളി സെൽസിൻ്റെ പണി എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെർട്ടോളി സെൽസ്? എനി ഐഡിയ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെർട്ടോളി സെൽസ് ആണ് ഇവിടെ ഗ്രോ ചെയ്യുന്ന സ്പെർമറ്റോസൈറ്റുകൾക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ. സെർട്ടോളി സെൽസിനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? സാധാരണഗതിയിൽ നഴ്സിംഗ് സെൽസ് എന്ന് സാധാരണ നമ്മൾ സെർട്ടോളി സെൽസിനെ വിളിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും പോസിബിൾ ആയതുകൊണ്ട് ബെറ്റർ ആൻസർ വിൽ ബി ബോത്ത് 1 and 3 വിൽ ബി ദ ബെറ്റർ ആൻസർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കയറാം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കയറാൻ പോവാണ്. സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT കൃത്യമായി പറയുന്നുണ്ട്. NCERT എവിടെയാണ് പറയുന്നത്? നമ്മൾ വെൻ യു കൺസിഡർ NCERT, നമ്മൾ വീണ്ടും NCERT തിരിച്ചു വരുന്നത് നിങ്ങൾ മാക്സിമം NCERTയിലെ ഡിഫറൻറ്റ് ഏരിയകൾ പരിചയപ്പെടണം. ഡിഫറൻറ്റ് ഏരിയകൾ എന്തായാലും ഇടയിലൊക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, നീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി എസ്പെഷ്യലി ബയോളജിനെ സംബന്ധിച്ച് NCERT പറഞ്ഞ ഓരോ ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്ക് അറിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും NCERTയിലോട്ട് തിരിച്ചു വരുന്നത്. NCERTയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കേട്ടോ. അപ്പോൾ നോക്കൂ സെക്രീഷൻസ്. നമുക്ക് പുറത്തേക്ക് സെമിനൽ പ്ലാസ്മേൻ്റെ കമ്പോസിഷൻ എന്താണ് എന്നുള്ളത് ഇവിടെ NCERT പറയുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഫ്രക്ടോസ് ഉണ്ട്, മാത്രമല്ല ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സെർട്ടൻ എൻസൈം. യു ഷുഡ് ബി സ്പെസിഫിക്. ഓക്കെ, ഫ്രക്ടോസ്, കാൽഷ്യം, സെർട്ടൻ എൻസൈം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂമൻ മെയിൽ പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്യുന്നത് സെമൻ ആയിരിക്കും അല്ലേ? സെമൻ ആയിരിക്കും. സെമനിൽ സ്പേം മാത്രമല്ല ഉണ്ടാവുക, സ്പേമിൻ്റെ ഒപ്പം ആരുണ്ടാവും? സെമിനൽ പ്ലാസ്മ ഉണ്ടാവും അല്ലേ? സെമിനൽ പ്ലാസ്മ. ബ്ലഡ് ഈസ് ഈക്വൽ ടു പ്ലാസ്മ പ്ലസ് ഫോംഡ് എലമെൻറ്റ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫോംഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ബ്ലഡിലെ സെല്ലല്ലേ? അതേപോലെ തന്നെ സെമിനിലെ സെല്ലായിട്ട് സ്പേമിനെ കൺസിഡർ ചെയ്തൂടെ? സ്പേം സെല്ലുകളാണ്, അതിലെ പ്ലാസ്മ എലമെൻ്റ് ആണ് അതിലെ ഫ്ലൂയിഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ? ഈ സെമിനൽ പ്ലാസ്മയിലെ കമ്പോസിഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സെർട്ടൻ എൻസൈംസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഈ സെമിനൽ പ്ലാസ്മേൻ്റെ കമ്പോസിഷനിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏതൊക്കെ ഗ്ലാൻസുകളായിരിക്കും ഈ സെക്രീഷൻസിന് ഇട്ട് കൊടുക്കുന്നത്? സെമിനൽ പ്ലാസ്മയിലെ കമ്പോസിഷൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ ആരൊക്കെയാണ്? NCERT ഇത് വേറൊരു ഏരിയയിലും പറയുന്നുണ്ട് കേട്ടോ. സെമിനൽ പ്ലാസ്മയിലെ കമ്പോസിഷൻ ഇവിടെ പറയുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മെയിൽ ആക്സസറി ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് അല്ലേ? ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിലെ പെയ്ഡ് ഏതാണ്, അൺപെയ്ഡ് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നത് ആരാടാ? അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. പെയ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ സെമിനൽ വെസിക്കിളും ബൾബോ യൂറീത്രൽ ഗ്ലാൻഡും ആണ്. യു ഷുഡ് ബി സ്പെസിഫിക് വൈൽ ലേണിംഗ് ഫോർ യുവർ നീറ്റ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവർക്ക് ചോദിച്ചൂടെ അല്ലേ? പെയ്ഡ് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. നമുക്ക് കൂടുതൽ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഷുഡ് ബി വൈൽ ലേണിംഗ് യു ഷുഡ് ബി സ്പെസിഫിക് വിത്ത് യുവർ NCERT എന്നുള്ളതാണ് കേട്ടോ. ബൾബോ യൂറീത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ്? ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ് ആണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് സെവറൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്ത് വരിക ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സെർട്ടൻ എൻസൈം. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. സോ അടുത്തതിലോട്ട് നമ്മൾ കിടക്കുകയാണ്. സെവറൽ ഹോർമോൺസ് ലൈക്ക് HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT ഇത് എവിടെയാണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, NCERT എവിടെയാണ് പറഞ്ഞത്? ഏകദേശം ലാസ്റ്റ് അല്ലേ? എവിടെ നമുക്ക് എവിടെയാണ് പറഞ്ഞത് എന്നുള്ളത് ഒരു ഐഡിയ ഒക്കെ വരണം കേട്ടോ. പ്ലാസൻ്റ് ഒക്കെ പറഞ്ഞ ഏരിയയിലാണ് NCERT ഇത് പറഞ്ഞത് അല്ലേ? സോ നോക്കൂ, പ്ലാസൻ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്, പ്ലാസൻ്റ് സെക്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഹോർമോൺസുകളായിരിക്കും HCG എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. പ്രഗ്നൻസി സാധാരണഗതിയിൽ ഒരാൾ പ്രഗ്നൻ്റ് ആയോ ഇല്ലേ എന്നുള്ളത് നോക്കുന്ന സമയത്ത് യൂറിനല്ല അനലൈസ് ചെയ്യുക. ഈ യൂറിനിൽ എന്തിൻ്റെ പ്രസൻസ് ആണ് ആക്ച്വലി നോക്കുന്നതെന്ന് അറിയോ? HCG എന്ന് പറഞ്ഞൊരു
ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് കേട്ടോ. ആൻഡ് HCG പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി പ്ലാസൻ്റെയാണ്. പിന്നെ അത് മാത്രമല്ല ഹ്യൂമൻ പ്ലാസൻ്റ ലാക്ടോജൻ ഉണ്ട്, പിന്നെ ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, റിലാക്സിൻ എന്ന് പറഞ്ഞ ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാടാ? റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? NCERT പറയുന്നത് ഓവറിയാണ്. ഓവറിയിൽ ആരാണ് എന്നുള്ള രീതിയിൽ റീസെൻ്റ് ആയിട്ടുള്ള നീറ്റ് 2020 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഓപ്ഷനിൽ ഓവറി എന്നില്ലായിരുന്നു. ഓവറിയിൽ എന്നില്ലെങ്കിൽ ഓവറിയിൽ ആരായിരിക്കും? ഓവറിയിൽ ഏത് സെല്ലായിരിക്കും? കറക്റ്റ് ആൻസർ വിൽ ബി കോർപ്പസ് ലൂട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് നീറ്റ് 2020 ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. അതിൽ കാണാം ഈ ക്വസ്റ്റ്യൻ കേട്ടോ, കോർപ്പസ് ലൂട്ടിയമാണ്. കോർപ്പസ് ലൂട്ടിയം, ഓവറിനകത്ത് കോർപ്പസ് ലൂട്ടിയം ഉണ്ടല്ലോ. കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻഡ് ആണ് അല്ലേ? കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻഡ് ആവാനുള്ള റീസൺ HCG ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കുറച്ച് നമ്മൾ വെൻ വി ഡിസ്കസ് ദ മെൻസ്ട്രൽ സൈക്കിൾ നമ്മളത് കൂടെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ കോർപ്പസ് ലൂട്ടിയാണ് റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ ജസ്റ്റ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്ലാസൻ്റെയാണ്. പ്ലാസൻ്റിൻ്റെ റോളൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്ലാസൻ്റ അത് പറയുന്നത് സാധാരണഗതിയിൽ പ്രഗ്നൻസി സമയത്ത് പ്ലാസൻ്റിൻ്റെ പരിപാടി എന്തൊക്കെയാണ്? പ്ലാസൻ്റ ഓക്സിജൻ ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്ന പരിപാടി പ്ലാസൻ്റ എടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ പ്ലാസൻ്റ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഓർഗനായിട്ടും പ്ലാസൻ്റ ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസൻ്റ എൻഡോക്രൈൻ ഓർഗനായിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പ്ലാസൻ്റ ഇത്രയും ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാറിപ്പോകരുത്, റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസൻ്റ അക്കോർഡിംഗ് ടു NCERT ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. എസ്പെഷ്യലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ ഏർലി ഫേസ് ഓഫ് പ്രഗ്നൻസി ആണോ? അല്ല, ദാറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി. കണ്ടില്ല? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർ ചോദിക്കാം, ഇൻ ദ ഏർലി ഫേസ് ഓഫ് പ്രഗ്നൻസി റിലാക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിരിക്കും. മനസ്സിലായല്ലോ? സോ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ലേറ്റർ ഫേസിൽ എന്തിനാണ് റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ആൻസർ ഒന്നും അറിയണമെന്നില്ല, എന്നാലും പറയാം. ആക്ച്വലി സ്പീക്കിംഗ് നമ്മളെ ഒരു pregnant lady when she is about to deliver the baby deliver ചെയ്യുന്ന സമയത്ത് അവരുടെ പെൽവിക് ബോൺ അല്ലെങ്കിൽ പെൽവിക് ഏരിയ ഒന്ന് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്താൽ മാത്രമേ ബേബി ഇങ്ങനെ താഴോട്ട് ബർത്ത് കനാലിലൂടെ താഴോട്ട് ഇറങ്ങി വരുള്ളൂ അല്ലേ? അപ്പോൾ ബർത്ത് കനാൽ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ബർത്ത് കനാൽ ഈസ് ഫോംഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ആർക്ക് പറയാൻ പറ്റും? ബർത്ത് കനാൽ ഈസ് ഫോംഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ബർത്ത് കനാൽ ഈസ് ഫോംഡ് ബൈ ബർത്ത് കനാൽ ഈസ് ഫോംഡ് ബൈ സെർവിക്സ് ആൻഡ് വെജൈനയാണ് അല്ലേ? സെർവൈക്കൽ കനാലും വെജൈനയാണ്. അതും NCERT പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ ബേബി ഇങ്ങോട്ട് പുറത്തേക്ക് പാർച്ചുറേഷൻ എന്നാണ് അതിന് പറയാല്ലേ. ഈ പാർച്ചുറേഷൻ സംഭവിക്കണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് റിലാക്സിൻ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ലേറ്റർ ഫേസ് ഓഫ് ദ പ്രഗ്നൻസി ആയിരിക്കും. അതായത് ഡെലിവറി ഒക്കെ അടുക്കുന്ന സമയത്തായിരിക്കും റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് കൺസെപ്റ്റ് ഐ തിങ്ക്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ, പ്ലാസൻ്റ. കൂടുതലൊന്നും പറയാനില്ല അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവൻസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷൻ ഇൻ ഹ്യൂമൻ ഫീമെയിൽ ആണ് ചോദിച്ചത് കേട്ടോ. ഹ്യൂമൻ ഫീമെയിലുമായിട്ട് ഓവുലേഷൻ്റെ സമയത്ത് ഐ തിങ്ക് ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. പ്രീവിയസ് ഇയർ ഓവുലേഷനുമായി ബന്ധം പാടില്ല. എന്തായാലും ഓവുലേഷന് കാരണമാവുന്നത് എല്ലറ്റ് സർജ് ആണ് എന്ന് NCERT പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഓവുലേഷനായിട്ട് ബന്ധമുണ്ട് അല്ലേ? റിലീസ് ഓഫ് സെക്കൻഡറി യൂസൈറ്റ്. നമുക്കറിയാം ഓവുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തിൻ്റെ റിലീസാണ്? ഓവർ റിലീസ് ചെയ്യുന്നതാണോ ശരിക്കും ഓവുലേഷൻ? ശരിക്കും ഓവറായിട്ട് മാറിയിട്ടില്ലല്ലേ? എന്താ നമ്മുടെ ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഓവുലേഷൻ നടക്കുന്നത്. നമ്മൾ ഇനി ഓവുലേഷൻ ടോപ്പിക് പ്രോപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ റിലീസ് ഓഫ് സെക്കൻഡറി ഊസൈറ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നമുക്ക് പറയാം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായാലും റപ്ചർ സംഭവിക്കണം. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് റപ്ചർ അടിക്കുന്ന സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിക്രീസ് ഇൻ എസ്ട്രാഡയോൾ എന്നുള്ളത്, എസ്ട്രാഡയോൾ എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ തന്നെ ഒരു ആക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഈസ്ട്രജൻ ഡിക്രീസ് ആണോ ചെയ്യുന്നത് ഓവുലേഷൻ സമയത്ത്? പറയടാ, ഈസ്ട്രജൻ ഡിക്രീസ് ആണോ ചെയ്യുന്നത് അതോ ഇൻക്രീസ് ആണോ ചെയ്യുന്നത്? ആർക്ക് പറയാം? ഈസ്ട്രജൻ കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത്? ഡ്യൂറിങ് ഓവുലേഷൻ ആണ് കേട്ടോ. ഓവുലേഷൻ്റെ സമയത്ത് ഈസ്ട്രജൻ എന്താ സംഭവിക്കുന്നത്? ഈസ്ട്രജൻ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഒറ്റയടിക്ക് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്നറിയോ? എല്ലാവരും യു ഷുഡ് ബി വിത്ത് മീ കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ ഈ ഗ്രാഫ് ഫുള്ളായിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. ഈ ഗ്രാഫ് വെച്ചിട്ടും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. യു ഷുഡ് ബി വെൽ അവെയർ ഓഫ് ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഗ്രാഫാണ്. അതിൽ സംശയമില്ലല്ലോ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 ദിവസമാണ് വരുന്നത് അല്ലേ? മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന ഫേസിന് എന്താണ് വിളിക്കുക? ഒരു ഗേളിന് മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് ഒരു 9 to 11 ഇയേഴ്സിലാണ് വരുന്നത് അല്ലേ? ആ 9 to 11 ഇയേഴ്സിൽ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നതിന് വിളിക്കുന്ന പേര് സാധാരണ മെനാർക്കി എന്നാണ് വിളിക്കുക അല്ലേ? ആവറേജ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 28 to 29 ഡേയ്സ് ആണ് വരുന്നത്. ആൻഡ് ആ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ ഒരു സൈക്കിളാണ്, നമുക്ക് എവിടെ നിന്നും എടുക്കാം. ബട്ട് ബൈ കൺവെൻഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസസ് തുടങ്ങുന്ന day 1
മെൻസസ് തുടങ്ങുന്ന ആ ഡേ മുതലാണ് നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഈ മെൻസ്ട്രൽ സൈക്കിളിനെ അല്ലെങ്കിൽ ഒരു ഗേളിൽ ഒരു ലേഡിയിൽ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. മാത്രമല്ല ഒവേറിയൻ ഹോർമോൺസ് ഉണ്ട് കേട്ടോ. ഒവേറിയൻ ഹോർമോൺസ് ഉണ്ട്. കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നോക്കൂ, GnRH എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? GnRH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് എന്നാണ് അല്ലേ? ഹൈപ്പോതലാമസ് GnRH പ്രൊഡ്യൂസ് ചെയ്തു. ദിസ് വിൽ ഗോ ആൻഡ് ആക്ട് ഓവർ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റാണ്. അവിടുന്ന് ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ഫീമെയിൽസിൻ്റെ കേസിൽ FSH ഞാൻ ആദ്യം എഴുതു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഞാൻ LH എഴുതും. നേരത്തെ ഞാൻ നേരെ ഓപ്പോസിറ്റ് എഴുതിയത്. കാരണം ഫീമെയിൽസിൽ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും FSH ആദ്യം റോള് വരുന്നത്. FSH, LH ഇവർ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്ന പേര് ഗൊണഡോട്രോപ്പിൻസ് എന്നാണ്. ഗൊണഡോട്രോപ്പിൻസ് ഇതാരാ? ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ്. അപ്പോൾ ഗൊണഡോട്രോപ്പിൻസ് ആയിട്ടുള്ള FSHും LHും എവിടെ ആക്ട് ചെയ്യുക? ഗൊണാഡ്സിലാണ് ആക്ട് ചെയ്യുക. ഗൊണഡോട്രോപ്പിൻസ് അല്ല. അപ്പോൾ ഗൊണാഡ്സിൽ ആക്ട് ചെയ്യും. ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ അവർ ഓവറിൽ ആക്ട് ചെയ്യും. അപ്പോൾ FSH ആണ് ആദ്യം ആക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫീമെയിൽസിൽ FSH ആദ്യം ആക്ട് ചെയ്യുന്നു. ഫീമെയിൽസിൽ FSH എവിടെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക? ഇതാ follicles. ഇതൊരു പ്രൈമറി follicle സ്റ്റേജ് ആണ്. ഇവിടെ പോയിട്ട് അപ്പോൾ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആരാന്ന് ചോദിച്ചാൽ FSH ആണ്. അപ്പോൾ FSH ആക്ട് ചെയ്യുന്നു. ഈ folliclesനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കുന്നു. follicles നമുക്കറിയാം പ്രൈമറി follicle, സെക്കൻഡറി follicle, ടെറിഷറി follicle അങ്ങനെ മെച്ചർ ചെയ്ത് വരുന്നു. ഇൻടേൺ follicles പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആരാന്ന് ആർക്കും പറയാൻ പറ്റുമോ? follicles ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? ക്യാൻ എനിവൺ സേ വാട്ട് ഈസ് ദ ആൻസർ? follicles ഇൻടേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ് കേട്ടോ. മാറിപ്പോരുത്. follicles പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് FSH ഇങ്ങനെ FSH ഫസ്റ്റ് ആക്ട് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈസ്ട്രജൻ ഹോർമോൺ ഇവിടെ പീക്കായി വരുന്നത് കാണാം അല്ലേ? ഈസ്ട്രജൻ ഹോർമോൺ കണ്ടോ? ഈസ്ട്രജൻ ഇവിടെ പീക്കായി വരുന്നുണ്ട്. ആ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ദ ആൻസർ വിൽ ബി ദ ഗ്രോയിങ് follicles ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആയി മാറുന്ന ആ ഗ്രോയിങ് follicle ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ശരിക്കും LHും ആ സമയത്ത് തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി LHൻ്റെ കൂടുതൽ റോൾ വരുന്നത് ആ folliclesൻ്റെ ഡെവലപ്മെൻറ്റിനേക്കാൾ കൂടുതൽ റോൾ വരുന്നത് ഈ മെച്ചർ ആയിട്ടുള്ള follicle എന്ന് പറഞ്ഞാൽ ഗ്രാഫിയൻ follicle ആണ്. ഗ്രാഫിയൻ follicleനെ റപ്ചർ ചെയ്യിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ LH ആണ്. അപ്പോൾ LH കാരണമാണ് ഗ്രാഫിയൻ follicle പൊട്ടുന്നത്. ഈ ഗ്രാഫിയൻ follicle പൊട്ടുന്നത് LH കാരണമാണ്. LH surge എന്നാണ് അതിന് വിളിക്കുക കേട്ടോ. അതിന് വിളിക്കുന്ന പേരെന്താണ്? LH surge എന്നാണ് വിളിക്കുക. LH surge എന്ന് NCERT കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ LH surge കാരണമാണ് ഓവുലേഷൻ നടക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. LH surge കാരണം ഓവുലേഷൻ നടന്നു. ഇനി ഇതേ LH ആണ്. ഇനി അപ്പോൾ ഇവിടെ ഈ follicles കണ്ടോ? ഇവിടെ ഗ്രാഫിയൻ follicle എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രാഫിയൻ follicle പൊട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്തു. ഇപ്പോൾ ഈ ഗ്രാഫിയൻ follicle എന്തായി മാറുന്നു അറിയാം? ദിസ് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു കോർപ്പസ് ലൂട്ടിയം. നോക്കൂ, ഈ കോർപ്പസ് ലൂട്ടിയം ഏതാണ്ട് ഒരു 21st ഡേ, നമുക്കൊരു ആവറേജ് മെൻസ്ട്രൽ സൈക്കിൾ 28 ആണെങ്കിൽ അതിലൊരു 21st ഡേ വരെ നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? ഏകദേശം ഇവിടെ കോർപ്പസ് ലൂട്ടിയത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം പ്രൊജസ്ട്രോൺ ആണ്. അതുകൊണ്ടാണ് പ്രൊജസ്ട്രോണിൻ്റെ പീക്ക് നമുക്ക് സെക്കൻഡ് ഹാഫിൽ പ്രൊജസ്ട്രോൺ ഇവിടെ ഇങ്ങനെ പീക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താ? അവിടെയാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ കോർപ്പസ് ലൂട്ടിയം ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട മുന്നിലുള്ള LHൻ്റെ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ. പക്ഷേ LHൻ്റെ എഫക്റ്റ് ഏതുവരെ നിൽക്കുള്ളൂ? ഏതാണ്ട് ഒരു 21st ഡേ വരെ നിൽക്കുള്ളൂ. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 21st ഡേ കഴിഞ്ഞാൽ LH ആൾറെഡി ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 21st ഡേക്ക് ശേഷം നമ്മൾ ആര് ഡിസ്ട്രക്റ്റ് ചെയ്യാണ്? കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്റ്റ് ചെയ്യാണ്. കോർപ്പസ് ലൂട്ടിയം 21st ഡേക്ക് ശേഷം കോർപ്പസ് ലൂട്ടിയം റീഗ്രസ് ചെയ്ത് പോകുന്നു. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം റീഗ്രസ് ചെയ്ത് പോകുന്നു. അതിനനുസരിച്ച് ആരിങ്ങനെ കുറഞ്ഞു പോകുന്നു? നമ്മുടെ പ്രൊജസ്ട്രോൺ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. അങ്ങനെ പ്രൊജസ്ട്രോൺ ഒരു പരിധിയിൽ കൂടുതൽ കുറയുന്നതാണ് അടുത്ത മെൻസ്ട്രുവേഷന് കാരണം. സോ വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് മെൻസ്ട്രുവേഷൻ? ദേ കൻ ആസ്ക് യു. ദ റീസൺ ഈസ് decreased level of progesterone is the correct answer for that. Okay, ini they will ask you a confusing question. ഈ സെക്കൻഡ് ഹാഫിൽ ഈസ്ട്രജനും പീക്ക് ആവുന്നുണ്ട് കണ്ടോ? ഈസ്ട്രജൻ പീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇതേ കോർപ്പസ് ലൂട്ടിയം തന്നെയാണ് കേട്ടോ. ഈ കോർപ്പസ് ലൂട്ടിയം തന്നെയാണ്. ആ കോർപ്പസ് ലൂട്ടിയം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഈസ്ട്രജനാണ് പിന്നീട് പീക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ
മനസ്സിലാക്കേണ്ട കാര്യം കോർപ്പസ് ലൂട്ടിയം ആക്ച്വലി പ്രൊഡ്യൂസസ് മെയിൻലി പ്രൊജസ്ട്രോൺ എന്ന് പറയാം. പക്ഷേ കോർപ്പസ് ലൂട്ടിയം സെക്കൻഡ് ഹാഫിൽ അല്ലേ ഇതിനെ ഓവറോൾ നമുക്ക് സെക്കൻഡ് ഹാഫായിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫിൽ ഈസ്ട്രോജൻ പീക്ക് ആവാനുള്ള കാരണം ഫോളിക്കിൾസ് ആണ്, ഈ ഗ്രോയിങ് ഫോളിക്കിൾസ് ആണ്. ഇതേ ഫോളിക്കിൾസ് ആണ് പിന്നീട് എന്തായും ഇതേ ഫോളിക്കുലാർ സെല്ലാണ്, ഇതേ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ള സ്റ്റേജിൽ നിന്നാണ് പിന്നെ എന്തായി മാറിയത്, കോർപ്പസ് ലൂട്ടിയായി മാറിയത്. ഈ കോർപ്പസ് ലൂട്ടിയം മെയിൻലി പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺ ഈസ് ഡെഫിനറ്റ്ലി ദ പ്രൊജസ്ട്രോൺ ആണ്. പക്ഷേ ഇതേ കോർപ്പസ് ലൂട്ടിയം തന്നെയാണ് പിന്നീട് ഈസ്ട്രോജനെയും അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസേഴ്സ് എന്ന് ചോദിച്ചാൽ ബെറ്റർ ആൻസർ ഈസ് പ്രൊജസ്ട്രോൺ. പക്ഷേ പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്നുള്ളതാണ് അതിലെ പോയിന്റ് കേട്ടോ. ഐ ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ഓൺ ദിസ്. ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഐ വിൽ ആസ്ക് യു ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സപ്പോസ് നമ്മുടെ സ്പേം വന്നു എന്ന് വിചാരിക്കുക. സ്പേം വന്നു ആൻഡ് സ്പേം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് നടക്കും? സ്പേം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് സ്പേമും ഓവയും മീറ്റ് ചെയ്യുന്നു. അതിന് വിളിക്കുന്ന പേര് ഫെർട്ടിലൈസേഷൻ നടന്നു. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്തു. ബാക്കി പരിപാടിയിൽ നിങ്ങൾക്ക് അറിയാം. സൈഗോട്ട് ഇങ്ങനെ മോറുല സ്റ്റേജിൽ എത്തുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുന്നു എന്നുള്ള ഇംപ്ലാന്റേഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. NCERT ഇത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇംപ്ലാന്റേഷൻ നടക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് 21st ഡേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇംപ്ലാന്റേഷൻ. സപ്പോസ് ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് വിചാരിക്കുക. അതായത് ദിസ് ഈസ് അബൌട്ട് എ ഗേൾ ഹൂ ഈസ് നോർമലി മെൻസ്ട്രേറ്റിംഗ് അല്ലേ. നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് മാറ്റാൻ പോവാണ്. ദിസ് ഗ്രാഫ് ഈസ് ചേഞ്ചിങ് ആസ് സപ്പോസ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. ഈ ഗ്രാഫിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? സപ്പോസ് ഇംപ്ലാന്റേഷൻ നടന്നു, ഈ ലേഡി പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിക്കുക. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് മെൻസ്ട്രേഷൻ എന്തായാലും ഇല്ല അല്ലേ. ആൾമോസ്റ്റ് 9 months പിന്നെ മെൻസ്ട്രേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് മെൻസ്ട്രേഷൻ സംഭവിക്കാത്തത്? പ്രൊജസ്ട്രോൺ കുറയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രൊജസ്ട്രോൺ കുറയാത്തത്? കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്യാത്തത്? അപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരോ ഒരാൾ വരുന്നുണ്ട്. അതാരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡയറക്റ്റ് NCERT ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അതുകൂടെ മനസ്സിലാക്കി ദിസ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ഈ കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്യുന്നില്ല. യൂഷ്വലി ഇനീഷ്യൽ ഫേസിലൊന്നും കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്യുന്നില്ല. ഹൂ ആക്ച്വലി മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയം ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ദിസ് പ്രഗ്നൻസി? ദ കറക്റ്റ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് HCG ആണ് കേട്ടോ. HCG വരുന്നത് എപ്പോഴാണ്? പ്രഗ്നൻസി നടന്നാൽ മാത്രമേ HCG വരുന്നുള്ളൂ അല്ലേ. HCG ക്യാൻ മെയിൻറ്റെയിൻ ദിസ് കോർപ്പസ് ലൂട്ടിയം വിച്ച് ഇൻ ടേൺ ക്യാൻ പ്രൊഡ്യൂസ് കോർപ്പസ് ലൂട്ടിയം HCG can maintain this corpus luteum. This corpus luteum can produce the estrogen. അപ്പോൾ ഈ ഗ്രാഫ് ഇതാ കണ്ടോ, ഇങ്ങനെ പോവും. അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ മേലോട്ടോ ആണ് ഇത് പോവുക കേട്ടോ ഈ ഗ്രാഫ്. അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഗ്രാഫും ഇങ്ങനെ തന്നെ മേലോട്ട് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ്. ഒരിക്കലും ഇത് കുറയുന്നില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് പോവുക. മനസ്സിലായല്ലോ. ആൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 months ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പ്ലാസൻഡ വിൽ ആൾസോ പ്രൊഡ്യൂസ് അഡീഷണൽ ഈസ്ട്രോജൻ, അഡീഷണൽ പ്രൊജസ്ട്രോൺ എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ഐ ഹോപ്പ് യു ഗോട്ട് ദ കൺസെപ്റ്റ്. അപ്പോൾ ഈ HCG എന്നുള്ള ഈ ഒരാൾ വരുന്നതുകൊണ്ടാണ് ശരിക്കും അവിടെ കോർപ്പസ് ലൂട്ടിയത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ത്രൂ ഔട്ട് നമുക്ക് പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. കാരണം എന്താ, HCG വന്നു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്യില്ല. കോർപ്പസ് ലൂട്ടിയം ഡിസ്ട്രക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രൊജസ്ട്രോണെ നമുക്ക് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രൊജസ്ട്രോണെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടാണ്. ഈ കാര്യം ക്ലിയർ ആണോടാ? ഈ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ ഓൺ ദിസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻട്രസ്റ്റിംഗ് തിങ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ ഫോളിക്കുലാർ ഫേസ്, ഈ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് എവിടെ? ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയിലെ ഫേസ് ആണ് അല്ലേ. ഓവറിയിലെ ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് വരുന്നത് ഏതാ? ലൂട്ടിയൽ ഫേസ് ആണ് കേട്ടോ. ആൻഡ് യൂട്രസിലെ ഫേസ് നിങ്ങൾ നോക്കൂ. യൂട്രസിലെ ഫേസ് ഫസ്റ്റ് ഹാഫിൽ പ്രോലിഫറേറ്റീവ് ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ. യൂട്രസിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് നടന്നു. അപ്പോൾ എൻഡോമെട്രിയൽ തിക്കനിങ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയി. ആ എൻഡോമെട്രിയൽ തിക്കനിങ്ങിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഇങ്ങനെ കൂട്ടുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, അതാണ് ആ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിച്ചത്. പ്രോലിഫറേറ്റീവ് ഫേസ് ഇവിടെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാൻസുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല എൻഡോമെട്രിയൽ തിക്കനിങ് ഒക്കെ കാണുന്ന ഒരു സ്ഥലമാണ് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എൻഡോമെട്രിയൽ തിക്കനിങ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെന്തിനാ? അവിടെ എൻഡോമെട്രി നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു സോഫ സെറ്റ് പോലെയാണ് എൻഡോമെട്രി ഉള്ളത്. എന്തുകൊണ്ടാണ്? ആര് വരാൻ സാധ്യതയുണ്ട്? സെക്കൻഡ് ഹാഫിൽ ആര് വരാൻ എസ്പെഷ്യലി 21st ഡേയിൽ ആര് വരാൻ സാധ്യതയുണ്ട്? ആരാണ്? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലേ. നമ്മുടെ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ബേബി, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വേണം? ഈ എൻഡോമെട്രി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിക്കൻഡായിട്ട് നിൽക്കണം. നല്ല ഗ്ലാൻസുകൾ, അതായത് വരുന്ന ബേബിക്ക് ഇങ്ങനെ ജ്യൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഗ്ലാൻസുകളുണ്ട്. അതാണ് സെക്രേറ്ററി ഫേസ് എന്ന് ഇതിൽ വിളിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ്
യൂട്രസ് യൂട്രസിൽ സെക്കൻഡ് ഹാഫ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഏത് ഫേസ് ആണ്? സെക്രട്ടറി ഫേസ് ആണ്. ഇനി ഇത് നിങ്ങൾക്ക് മാറുന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് കൂടെ മാറിയത് സ്ഥിരം ചോദ്യമായിട്ട് ഫോളിക്കുലാർ ഫേസ് ഈസ് ആൾസോ കാൾഡ് എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് ഈസ് കറസ്പോണ്ടിങ് ടു പ്രൊലിഫറേറ്റീവ് ഫേസ്, ആ രീതിയിൽ പഠിക്കണം. ലൂട്ടിയൽ ഫേസ് ഈസ് കറസ്പോണ്ടിങ് ടു സെക്രട്ടറി ഫേസ് എന്നുള്ളത്. ലൂട്ടിയൽ ഫേസ് എന്ന് പറയാനുള്ള റീസൺ, ഓവറിയിൽ ലൂട്ടിയൽ ഫേസ് ആവാനുള്ള റീസൺ എന്താ? അവിടെയാണ് കോർപ്പസ് ലൂട്ടിയം ഉള്ളത്, അതാണ് കോർപ്പസ് ലൂട്ടിയം, ലൂട്ടിയൽ ഫേസ്. മനസ്സിലായില്ലേ? ആൻഡ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെയാണ് പ്രൈമറി ഫോളിക്കൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് മാറുന്നത് ആ ഒരു ഫസ്റ്റ് ഹാഫിലാണ്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇതിനൊരു സമ്മറി പറഞ്ഞു തരാം കേട്ടോ. ഇതിനൊരു സമ്മറി ഈസ് 14th ഡേയിൽ നമുക്ക് ഓവുലേഷൻ നടന്നു എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഹാഫ് ഇതാണ്, സെക്കൻഡ് ഹാഫ് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ 28 ഡേ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഓവറിൽ ഏത് ഫേസാടാ? ഓവറിൽ നമുക്ക് വരുന്നത് ഏത് ഫേസാണ്? യൂട്രസിൽ ഏത് ഫേസാണ് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓവറിൽ ഫസ്റ്റ് ഹാഫിൽ വരുന്നത് ഏത് ഫേസാണ്? എഫ് ഫോർ ഫോളിക്കുലാർ ഫേസ് ആണ്, ആൻഡ് പി ഫോർ പ്രൊലിഫറേറ്റീവ് ഫേസ് ആണ്, ആൻഡ് ഇവിടെ എൽ ഫോർ ലൂട്ടിയൽ ഫേസ് ആണ്, എസ് ഫോർ ഏത് ഫേസാണ്? സെക്രട്ടറി ഫേസ് ആണ്. നമ്മുടെ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ കോഡ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ സാധാരണ ഒരു കോഡ് വെച്ചിട്ടാണ് സാധാരണ ഇത് പഠിപ്പിക്കാറുള്ളത്. നമുക്ക് 2 ബസ്സാണുള്ളത്, ഫാസ്റ്റ് പാസഞ്ചറും ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പും ഉണ്ട് അല്ലേ. ഫാസ്റ്റ് പാസഞ്ചർ ആദ്യം വന്നു, ഓക്കെ, പിന്നീട് ലിമിറ്റഡ് സ്റ്റോപ്പ് വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഫാസ്റ്റ് പാസഞ്ചറിൽ എഫ് ഫോർ ഏതാ? എഫ് ഫോർ ഫോളിക്കുലാർ ഫേസ് ആണ്. ആൻഡ് ദിസ് പി ഫോർ പ്രൊലിഫറേറ്റീവ് ഫേസ് ആണ്, എൽ ഫോർ ലൂട്ടിയൽ ഫേസ് ആണ്, എസ് ഫോർ സെക്രട്ടറി ഫേസ് ആണ്. ഓക്കെ, ഇതും ആലോചിച്ച് വെക്കണം കേട്ടോ. ദിസ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് അവർ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഹോർമോൺസ് ഫോർ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഹോർമോൺസ് ഫോർ മെൻസ്ട്രൽ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറി മാത്രമല്ല, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊണഡോട്രോപ്പിൻസുകളാണ്, LHFSH ആണ്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഈസ്ട്രോജൻ ആണ്, പ്രൊജസ്ട്രോൺ ആണ്. ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രോയിൻ ഫോളിക്കിളാണ്, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയാണ്. ആൻഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LHFSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹൈപ്പോതലാമസ്. ഓക്കെ, ദാറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലേഡിക് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി പോയില്ലേ. ലേഡിക് സെൽസ് ആർ പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ. ഔട്ട്സൈഡ് ആണ് കേട്ടോ, ഇൻസൈഡ് അല്ല. ഇൻസൈഡ് ഉള്ളത് ആരാ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇൻസൈഡ് ഉള്ളത് നമ്മുടെ മെയിൽ ജേം സെല്ലുകൾ ഉണ്ട് അല്ലേ, സ്പെർമറ്റോഗോണിയാസ് ഉണ്ട്, പിന്നെ അതേപോലെ സെർട്ടോളി. പുറത്താണ് ആരുള്ളത്? ലേഡിക് സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? ലേഡിക് സെൽസ് വിൽ പ്രൊഡ്യൂസ് ദ ആൻഡ്രജൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ്രജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണല്ലേ. 7th ക്വസ്റ്റ്യൻ പറയുന്നത് എന്താടാ? 7th ക്വസ്റ്റ്യൻ പ്രൈമറി ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് ആർ ലൊക്കേറ്റഡ് എന്നുള്ളതാണ് ചോദിച്ചത്. പ്രൈമറി സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഓവറി ആണെന്നുള്ളത് അറിയാലോ. ഓവറി എവിടെയാണ് കാണുന്നത്? ഓവറി കാണുന്നത് 1 അല്ല, എന്തായാലും അറ്റ് എ ടൈം 7 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഓൺലി 1 അറ്റ് എ ടൈം പ്രൈമറി ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് ആർ ലൊക്കേറ്റഡ് 1 on each side of upper abdomen, at a time only on one side of upper abdomen, on one on each side of the lower abdomen. എന്തായാലും ലോവർ അബ്ഡോമൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. സോ ഡെഫിനറ്റ്ലി 7 at a time only one side of the upper the lower abdomen, one on each side of the lower abdomen എന്ന് കൊടുക്കുക അല്ലേ. കറക്റ്റ് NCERT-യിലോട്ട് നമുക്ക് വരാട്ടോ. എന്തായാലും ഓവറി 2 അല്ലേ, ഒരു ഭാഗത്ത് ഒരു ഓവറി, മറ്റേ ഭാഗത്ത് ഒരു ഓവറി. ആൻഡ് അതെവിടെയുള്ളത്? അതെവിടെ കാണുന്നത്? ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ലോവർ അബ്ഡോമൻ ആണ് എന്നുള്ളത് നമുക്ക് NCERT-യിലോട്ട് തന്നെ നമുക്ക് വരാം. സോ NCERT വരികയാണെങ്കിൽ യൂഷ്വലി ദിസ് വിൽ ബി ഫൗണ്ട്. എവിടെ ഇത് പറയുന്നത് നമുക്ക് നോക്കാം. NCERT ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 കണ്ടോ, ഓവറീസ് ആർ ലൊക്കേറ്റഡ് 1 on each side of the lower abdomen. This is the correct thing, 1 on each side of the lower abdomen. So 7 ഇവിടെ ഓപ്ഷൻ അവിടെ അവർ മാർക്ക് ചെയ്തിട്ടാണ് എനിക്ക് തന്നതിൽ അവർ മാർക്ക് ചെയ്തതാണ്. ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. എനിക്ക് തന്ന ഒരു പേപ്പറിൽ അതിൽ അവർ അറിയാതെ മാർക്ക് ചെയ്താണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയും 3 അല്ലേ? ഓക്കെ ഐസം 3 ആണ് അല്ലേ. 1 on each side of the lower abdomen എന്നല്ലേ വരിക അല്ലേ. ഒന്ന് ഈ സൈഡ്, അതായത് ടോട്ടലി 2, മറ്റേ സൈഡിൽ വേറെ ഒന്നുണ്ട്. അപ്പോൾ ലോവർ അബ്ഡോമനിലാണ് വരിക. ആൻഡ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഓവറി എന്ന് പറയുന്ന സാധനം ശരിക്കും യൂട്രസുമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, യൂട്രസുമായിട്ടും പെൽവിക് വാളുമായിട്ടും ഓവറിക്ക് കണക്ഷൻ ഉണ്ട് കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ് ലൈൻ ഇൻ NCERT. ദിസ് ഈച്ച് ആൻഡ് എവറി ലൈൻ ഇൻ NCERT ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ കേട്ടോ. നിങ്ങൾ നോക്കൂ, ഈ ലിഗമെൻറ്റ് വെൻ യു റീച്ച്, നിങ്ങൾ MBBS എത്തി നിങ്ങൾ ഗൈനക്കോളജി എന്നുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ വേറെ
അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം ഡിഫറെൻറ്റ് ലിഗമെൻസുകളെ സംബന്ധിച്ചൊക്കെ ഹ്യൂമൻ അല്ലെങ്കിൽ ഗൈനക്കോളജി പഠിക്കേണ്ട, നമ്മൾ അനാറ്റമി എന്നുള്ള ഫസ്റ്റ് ഇയർ MBBS ഒക്കെ പഠിക്കുന്ന സമയത്ത് അനാറ്റമി ഒക്കെ പഠിക്കാനുണ്ട്. അനാറ്റമിയിലൊക്കെ ഈ ലിഗമെൻറ്റുകളുടെയൊക്കെ പേരുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓവറി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇത് ഓവറിയാണ് അല്ലേ, ദിസ് ഈസ് യുവർ ഓവറി, ദിസ് ഈസ് ദ ഓവറി. ഈ ഓവറി അവിടെ വെറുതെ നിൽക്കില്ല. ഈ ഓവറി ആരായിട്ട് കണക്ഷൻ ഉണ്ട്? ഓവറി നമ്മൾ യൂട്രസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. ആൻഡ് ഈ ഓവറി നമ്മുടെ പെൽവിക് വാൾ അല്ലേ, ഫീമെയിൽസിൻ്റെ പെൽവിക് വാളുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കണക്ഷനുള്ള സ്ട്രക്ചറാണ് കേട്ടോ. ഇങ്ങനെ കണക്ഷനുള്ള സ്ട്രക്ചറാണ് കണ്ടോ. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഓവറിക്ക് അതിൻ്റെ പൊസിഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി, ആ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിഗമെൻസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഐ വിൽ ആസ്ക് യു അഗൈൻ എ ക്വസ്റ്റ്യൻ. യൂട്രസിന് അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ ലിഗമെൻറ്റുകൾ ഉണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. യൂട്രസ് എന്ന് പറയുന്നത് ഒരു ഓർഗനാണ് അല്ലേ. യൂട്രസ് നിങ്ങൾ നോക്കുന്നത് സൈഡിലെ വ്യൂ ആണ്. യൂട്രസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ, ഇത്രയും യൂട്രസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. ഇത് സർവിക്സ് ആണ് ആൻഡ് വെജീന. യൂട്രസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ലിഗമെൻറ്റുകൾ ഉണ്ടോ? ഈസ് ഇറ്റ് ദർ or has it told in NCERT? That is also told in NCERT. അല്ല, എവിടെ പറയുന്നത് യൂട്രസിനെ വോംബ് എന്ന് പറയുന്നു, ഇൻവേർട്ടഡ് പിയറിൻ്റെ ഷേപ്പ് ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. അപ്പോൾ യൂട്രസിനും ലിഗമെൻ്റ് ഉണ്ടോ? യൂട്രസിനും ലിഗമെൻ്റ് ഉണ്ട് അല്ലേ. യൂട്രസിൻ്റെ ലിഗമെൻറ്റുകൾ വീക്കായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? യൂട്രസ് ക്യാൻ ഫാൾ ഡൗൺ സംടൈംസ്. യൂട്രസ് ഇങ്ങനെ താഴോട്ട് പ്രൊലാപ്സ് ചെയ്യുന്ന കണ്ടീഷൻ ചില ഫീമെയിൽസ്, എസ്പെഷ്യലി കുറച്ച് എൽഡർലി ആയിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ ഈ ലിഗമെൻറ്റുകളൊക്കെ ചിലപ്പോൾ ഒന്ന് വീക്കായി മാറാൻ സാധ്യതയുണ്ട്. ദിസ് ക്യാൻ സംടൈംസ് ഫാൾ ഡൗൺ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ ലിഗമെൻസുകൾ. നമ്മുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ലിഗമെൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലിഗമെൻസിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതും NCERT ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സോ 1 on each side of the lower abdomen എന്നുള്ളതാണ് അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ, ഹോപ്പ് യു ഗോട്ട് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് 46 ക്രോമോസോം ആണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഡു ഹാവ് 23 ക്രോമോസോം ആയിരിക്കും അതിൻ്റെ നമുക്ക് നോക്കാം. സ്പെർമറ്റോഗോണിയ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സെല്ലാണ്. എന്തായാലും മൈറ്റോസിസ് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും മൈറ്റോസിസ് നടക്കാൻ സാധ്യത. അപ്പോൾ ഇതിന് 46 ആണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ദാറ്റ് ഈസ് ആൾസോ ഡിപ്ലോയിഡ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ആൾസോ ഡിപ്ലോയിഡ് 46 തന്നെ വരുന്നുള്ളൂ. ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് പോളാർ ബോഡിയിൽ എന്തേ വരുള്ളൂ? 23. ഈ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഊജനസിസുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. സെർട്ടോളി സെൽസിന് എന്തായാലും ഒരു ഡിവിഷൻ പോലും നടക്കാത്ത നമുക്കൊരു ഡിപ്ലോയിഡ് സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെല്ലാണല്ലേ. ഡിപ്ലോയിഡ് സെൽ ആയതുകൊണ്ട് തന്നെ അതിന് 46 ക്രോമോസോം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി, അപ്പോൾ നമുക്ക് അറിയേണ്ടത് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ് ആണ്. ഞാൻ ഇവിടെ തന്നെ ഒറ്റയടിക്ക് അതങ്ങ് പറയാൻ പോകുന്നു കേട്ടോ. യു ഷുഡ് ലിസൺ. നമുക്ക് സ്പെർമറ്റോജെനസിസ് അതും NCERT വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. NCERTയിലെ ഫിഗറിന് തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. നോക്കൂ, സ്പെർമറ്റോജെനസിസിൻ്റെ പ്രത്യേകത, സ്പെർമറ്റോജെനസിസ് തുടങ്ങുന്നത് പ്യൂബർട്ടി, ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ്. മറ്റേ തുടങ്ങുന്നത് ഊജെനസിസ് തുടങ്ങുന്നത് ഫീറ്റൽ ലൈഫ് ഓർ എംബ്രിയോണിക് ലൈഫിലെ തുടങ്ങിയിട്ടുണ്ട്. ഏത്? ഊജെനസിസ്. ആൻഡ് സ്പെർമറ്റോജെനസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്നല്ല, ഏകദേശം അതിൻ്റെ ടൈമൊന്നും NCERT പറയുന്നില്ല. ഏകദേശം ഒരു 72 ഹവേഴ്സിലൊക്കെ സാധാരണഗതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സാധനം, കണ്ടിന്യൂസ് ആണ്. ഈ സ്പെർമറ്റോസോവായി മാറുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, പക്ഷേ ഊജെനസിസിൽ നിങ്ങൾ നോക്കടാ, ഊജെനസിസിൽ 2 ടൈം അറസ്റ്റ് വരുന്നുണ്ട്. 2 സമയം അല്ലെങ്കിൽ 2 times there is a pause അല്ലെങ്കിൽ 2 times there is an arrest which is happening for the oogenesis എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് അറസ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഫസ്റ്റ് ഒരു ഫീമെയിൽ ഗേൾ ആണെന്ന് വിചാരിക്കുക. ഫീമെയിൽ ഗേൾ ജനിച്ചു, ബർത്ത് സംഭവിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക, കണ്ടോ ഇവിടെ ഒരു വര വരച്ചത് എന്തിനാന്ന് മനസ്സിലായോ? ഈ വരൻ്റെ ഇടയിൽ എന്താ ഉള്ളത്? ഇത് ഫസ്റ്റ് അറസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഊജെനസിസിൽ ഒരു സ്റ്റേജും അവിടെ നടന്നിട്ടില്ല എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു അറസ്റ്റ് വരുന്നുണ്ട്. അത് എപ്പോഴാണെന്നറിയോ? ഈ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്തില്ലേ? സെക്കൻഡറി ഊസൈറ്റിനല്ലേ എന്ത് നടന്നത്? സെക്കൻഡറി ഊസൈറ്റിനാണ് ഓവുലേഷൻ നടന്നത്. ഓവുലേഷൻ നടന്ന ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ ഇനി നടക്കേണ്ട ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ് 2 അല്ലേ. ആ മിയോസിസ് 2 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ മിയോസിസ് 2 ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം?
ഈ മിയോസിസ് 2 ഇതാ ഈ ഒരു ഡിവിഷൻ ഫിനിഷ് ചെയ്ത് മിയോസിസ് 2 ആണ് കേട്ടോ. സെക്കൻഡറി യൂസൈറ്റ് ഓവമായി മാറുന്ന ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ് 2 ആണ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ഈ മിയോസിസ് 2 കംപ്ലീറ്റ് ആവണമെങ്കിൽ ആര് വരണം? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. മിയോസിസ് 2 കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ യെസ് സ്പേം വരണം. സ്പേം വന്ന് സ്പേം വന്ന് നമ്മുടെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പരിപാടി അല്ലേ, അതായത് സ്പേം വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവം എന്നുള്ള ഒരു സ്റ്റേജായി ഈ സ്റ്റേജ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓവമായി മാറിയതിന് ശേഷമാണ് പിന്നീട് എന്ത് നടക്കുന്നത്? നമ്മുടെ സ്പേമിൻ്റെ ന്യൂക്ലിയസ് ഓവത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിയോസിസ് 2 ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം? നമ്മുടെ സ്പേം വരണം. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഈസ് മിയോസിസ് 2 ഫിനിഷ്ഡ്? ദ ആൻസർ ഈസ് ഓൺലി ആഫ്റ്റർ ദ എൻകൗണ്ടർ ഓഫ് ദ സ്പേം വിത്ത് ദ ഓവ. ഓവൻ്റെ മെംബ്രെയിനുമായിട്ട് ആ പരിപാടിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസിലൂടെ ഞാൻ കയറുന്നില്ല കേട്ടോ. എന്നാലും പെട്ടെന്ന് അങ്ങ് പറയാലേ, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാലേ. കാരണം നമ്മൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരുപാട് സ്പേം വരുന്നൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് അല്ലേ. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര സ്പേമാണ് വരുന്നത്? ഏതാണ്ട് ഒരു 200 to 300 മില്യൺ സ്പേംസ് ആണ് വരുന്നത് അല്ലേ. NCERT പറയുന്നുണ്ടല്ലോ, ഒക്കെ NCERT തന്നെയുള്ള കാര്യങ്ങളാണ്. 200 to 300 മില്യൺ സ്പേംസ് ആണ് വരുന്നത്. ടൈറ്റ് കോമ്പറ്റീഷൻ. എത്ര ഓവ ഉള്ളത്? ഒറ്റ ഓവയേ ഉള്ളൂ അല്ലേ. ഈ ഓവയുമായിട്ട് ഒരുപാട് സ്പേം വരുന്നു. ഇവിടെ നമ്മുടെ സ്പേം വന്ന് മീറ്റ് ചെയ്തത് സോണ പെല്ലൂസിഡ എന്ന് പറഞ്ഞ ലെയറിലാണ് കേട്ടോ. ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോണ പെല്ലൂസിഡയിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നു. അവിടെ പോയി തട്ടുന്ന സമയത്ത് ഇവിടെ ഒരു സ്പെസിഫിക് ചേഞ്ചസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവർ പുതിയൊരു മെംബ്രെയിൻ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക. ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ എന്നൊക്കെ പറയും. ഈ മെംബ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും അകത്തോട്ട് കയറാൻ പറ്റില്ല, പുതിയ സ്പേമുകൾക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് സ്പേമിൻ്റെ അക്രോസോമിന് എൻസൈമുകൾ റിലീസ് ചെയ്യുന്നു. ഇവിടെ മൊത്തം തുറക്കുന്നു. അപ്പോൾ ആരുള്ളിലോട്ട് കയറുന്നു? നമുക്കറിയാം സ്പേം ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. കൂടുതലും കയറുന്നത് സ്പേമിൻ്റെ ന്യൂക്ലിയസ് ആണ് ഉള്ളിലോട്ട് കയറുന്നത്. സ്പേമിൻ്റെ ന്യൂക്ലിയസ് ഉള്ളിലോട്ട് കയറുന്നു. അപ്പോഴേക്കും നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് എന്തായി മാറിയിട്ടുണ്ടാവും? ഓവമായി മാറിയിട്ടുണ്ടാവും. അതിൽ നിന്ന് സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് അവിടെ ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ, ദാറ്റ് മീൻസ് ദ എക്സാക്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. NCERT ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നു. സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിയോസിസ് 2 ഫിനിഷ് ചെയ്യണം. മിയോസിസ് 2 ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേം വരണം, അവിടെ ടച്ച് ചെയ്യണം. അപ്പോൾ സ്പേം വരുന്നു, ടച്ച് ചെയ്യുന്നു, മിയോസിസ് 2 ഫിനിഷ് ചെയ്യുന്നു, സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നു. അതിന് ന്യൂക്ലിയസ് ഉള്ളിലോട്ട് കയറുന്നു. ആരുടെ ന്യൂക്ലിയസ്? സ്പേമിൻ്റെ ന്യൂക്ലിയസ് ഉള്ളിലോട്ട് കയറുന്നു. ഓവൻ്റെ ന്യൂക്ലിയസുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഫ്യൂഷൻ നടക്കുന്നു. അങ്ങനെ ഫ്യൂസ് ടുഗദർ ടു ഫോം ദ സൈഗോട്ട്. പിന്നീട് സൈഗോട്ട് നടക്കുന്ന പരിപാടി എന്ന് പറയുന്ന ഡിവിഷൻ, ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റിംഗ് ക്ലീവേജ് എന്ന് പറഞ്ഞ ഡിവിഷനാണ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് തിങ് കേട്ടോ. ഇനി നമ്മൾ വി വിൽ ബി കമ്മിങ് ബാക്ക് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പെർമറ്റോജെനസിസ് ആൻഡ് oogenesis. നമ്മൾ അതിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. നോക്കൂ മക്കളെ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിൽ അപ്പോൾ രണ്ട് തവണ ഇവിടെ അറസ്റ്റ് ഉണ്ട് അല്ലേ. ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബർത്ത് മുതൽ പ്യൂബേർട്ടി വരെയുള്ള അറസ്റ്റാണ്. അതുവരെ അറസ്റ്റാണ്. പിന്നീടുള്ള അറസ്റ്റ് എപ്പോഴാണെന്ന് അറിയോ? പിന്നീട് ഇവിടെ ഒരു അറസ്റ്റ് ഉണ്ട്. ഇവിടെ എന്തായാലും അറസ്റ്റാണ്. ഇവിടെ സ്പേം വന്നാൽ മാത്രമേ അവിടെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ അല്ലേ. oogenesis കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം oogenesis, അതായത് മിയോസിസ് 2 കണ്ടിന്യൂ ചെയ്ത് മിയോസിസ് 2 ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ വരണം അല്ലേ, നമ്മുടെ സ്പേം വരണം. അല്ലെങ്കിൽ മിയോസിസ് 2 ഫിനിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ അത്രയും പോയിന്റ് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ സ്പെർമറ്റോജെനസിസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പെർമറ്റോജെനസിസിൽ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു സ്റ്റേജ് ഉണ്ടല്ലേ. ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ സ്പെർമറ്റോസോവ് ആവുന്നതിന് മുന്നേ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആവുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് യൂസൈറ്റ് ആണോ അപ്പോൾ ഓവുലേഷൻ റിലീസ് ചെയ്യണേ സർ? ഐസം യു ടോൾഡ് ദ കറക്റ്റ് തിങ്. സെക്കൻഡറി യൂസൈറ്റ് ആണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് യൂസൈറ്റ് ആണ് റിലീസ് ചെയ്യുന്നത് ഡ്യൂറിങ് ഓവുലേഷനിൽ റിലീസ് ചെയ്തു. ഇനി ആ സെക്കൻഡറി യൂസൈറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓവായി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? സ്പേം വരണം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. ഇനി നോക്കൂ ഇനി നമ്മൾ ഇതിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ സ്പെർമറ്റോസോവ ആയി മാറുന്ന ഇതിലോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി മൈറ്റോസിസ് ആണ് ഇവിടെ നടന്നത്. മൈറ്റോസിസിൽ ചില സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തായി? പ്രൈമറി സ്പെർമറ്റോസൈറ്റായി മാറി. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് പിന്നീട് നടക്കുന്ന ഡിവിഷൻ മിയോസിസ് ആണ്. മിയോസിസിൽ ആദ്യം മിയോസിസ് 1 ഉണ്ട്, പിന്നീട് മിയോസിസ് 2 ഉണ്ട്. ഓക്കെ, മിയോസിസ് 2ൻ്റെ എൻഡിൽ സ്പെർമാറ്റിഡ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിയോസിസ് 2ൻ്റെ എൻഡിൽ എന്തായാലും മെച്ചുവർ ആയിട്ടുള്ള ഒരു ഓവ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഇല്ല. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസിയേഷൻ ലാസ്റ്റ് നമുക്ക് കാണാം. ഇതും ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ്. നീറ്റ് 2022 ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ അതായിരുന്നു കേട്ടോ. നിങ്ങൾ നീറ്റ് 2022 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനസിസ് oogenesis ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. പലരും ഈവൻ നമ്മളെ ടോപ്പേഴ്സ് ഇടയ്ക്ക് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.
അതിൽ ഈ ഡിഫറൻസിയേഷൻ എന്നുള്ള സാധനം സ്പെർമറ്റോജെനസിസിന് മാത്രം യൂണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ആൻഡ് ഡു യു നോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഡിഫറൻസിയേഷൻ? ഈ സ്പെർമാറ്റിഡ് സ്പെർമറ്റോസോവായി മാറുന്ന ഈ പ്രോസസ്സിന് എന്താണ് വിളിക്കുക? ക്യാൻ എനിവൺ സേ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ദ നെയിം ഓഫ് ദിസ് പ്രോസസ് ഈസ് ഡെഫിനറ്റ്ലി സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക കേട്ടോ. സ്പെർമിയോജെനിസിസ്, മാറിപ്പോരുത്, സ്പെർമിയോജെനിസിസ്. നമ്മുടെ ഓവറാൾ ഇതിൻ്റെ പേര് സ്പെർമറ്റോജെനിസിസ് ആണ്, ഹെഡിങ് സ്പെർമറ്റോജെനിസിസ് ആണ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ സ്പെർമറ്റോഗോണിയ സ്പെർമറ്റോസോവായി മാറുന്നത് ആ മൊത്തം പ്രോസസ്സിനെ നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് വിളിക്കും. അതിൻ്റെ ഇടയിൽ ദ ലാസ്റ്റ് സ്റ്റെപ്പാണ് മെച്ചുറേഷൻ ഓർ ഡിഫറൻസിയേഷൻ സ്റ്റെപ്പാണ് നമുക്ക് സ്പെർമിയോജെനിസിസ്. ഇനി സ്പെർമറ്റോസോവ പുറത്തേക്ക് റിലീസ് ചെയ്യില്ലേ, സ്പെർമറ്റോസോവ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പരിപാടിയില്ലേ, അതിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഈ സ്പെർമിയോജെനസിസ് നടക്കുന്നത് ഏത് സെല്ലിലാണ് എന്നുള്ളത് ആർക്ക് ആൻസർ പറയാം? ഈ സ്പെർമിയോജെനസിസ് മെയിൻലി നടക്കുന്നത് നമ്മുടെ സെർട്ടോളി സെൽസിലാണ്. സെർട്ടോളി സെൽസിൽ സ്പെർമാറ്റിഡ് പോയി എംബഡ് ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി ഈ സ്പെർമിയോജെനസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് FSH. നമ്മൾ NCERT അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ പോയിന്റ് ഈ ഒരു ഫിഗറിലോട്ട് സമ്മറൈസ് ചെയ്തു കേട്ടോ. NCERT അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ് ആയി കിടക്കുന്ന പല കാര്യങ്ങൾ ഈ ഒറ്റ ഫിഗറിലോട്ട് അങ്ങ് നമ്മൾ സമ്മറൈസ് ചെയ്തു. ഇപ്പോൾ ഒരുപാട് ഡാറ്റാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട്. ആക്ച്വലി ഇത് വലിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഈ സ്പെർമിയേഷൻ എന്ന് പറയുന്നത് റിലീസ് ഓഫ് സ്പെർമാണ്. സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത് ഇതിലെ മെച്ചുറേഷൻ ഫേസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് സ്പെർമാറ്റിഡ് സ്പെർമറ്റോസോവായി മാറുന്ന പ്രോസസ്സ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്പെർമിയേഷൻ റിലീസ് അതിലോട്ട് ഞാൻ വരാം. NCERT എവിടെ അത് പറയുന്നത്? സ്പെർമിയേഷൻ എന്ന് പറയുന്നത് റിലീസ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂളിലോട്ടോ അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്തോട്ടോ റിലീസ് ചെയ്യുന്നതാണ് സ്പെർമിയേഷൻ. സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത് എന്താ? സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡ് സ്പെർമറ്റോസോവായി മാറുന്നതാണ്. സ്പെർമറ്റോഗോണിയ സ്പെർമറ്റോസോവായി മാറുന്ന മൊത്തം പരിപാടിക്ക് വിളിക്കുന്ന പേര് സ്പെർമറ്റോജെനസിസ് ആണ്. അപ്പോൾ പോയിന്റ് ഓഫ് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഡിഫറൻസ് ഒന്നുകൂടെ നമുക്ക് പറയാം. നോക്കൂ, ഇതിൽ വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞിട്ട് ഇത് പ്യൂബർട്ടിയിൽ തുടങ്ങി സമ്മതിച്ചു. ഇത് എപ്പോഴാണ് എൻഡ് ചെയ്യുക? വെൻ വിൽ ദിസ് എൻഡ്? വെൻ വിൽ സ്പെർമറ്റോജെനസിസ് എൻഡ്? NCERTയിലെ ഫസ്റ്റ് പാരഗ്രാഫ്, ഏറ്റവും ആദ്യം പാരഗ്രാഫിൽ നമുക്ക് കാണാം. നോക്കൂ, സ്പെർം ഫോർമേഷൻ കണ്ടിന്യൂസ് ഈവൺ ഇൻ ഓൾഡ് മെൻ. ദാറ്റ് മീൻസ് അപ് ടു ഡെത്ത് ആണ്. പക്ഷേ oogenesisലോ ഫോർമേഷൻ ഓഫ് ഓവം സീസസ് ഇൻ വുമൺ അറൗണ്ട് ദ ഏജ് ഓഫ് 50. 50 വയസ്സ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം മെൻസ്ട്രൽ സൈക്കിൾ നിൽക്കുന്നു. അതിന് വിളിക്കുന്ന പേര് മെനോപോസ് എന്നാണ്. അപ്പോൾ അതൊരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് പോയിന്റ് ഓഫ് ഡിഫറൻസുകളൊക്കെ നമ്മൾ പറഞ്ഞു. ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനസിസ് oogenesis നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് പ്രൈമറി oocyte ഈസ് ഫിനിഷ്ഡ് ഇൻ എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് പ്രൈമറി oocyte ഈസ് ഫിനിഷ്ഡ് ഇൻ. ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഈസിലി നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നമുക്കറിയാം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള NCERTയിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യലി ഒരു ബേബി ഗേൾ അല്ലേ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ ദ ഫീമെയിൽ ഗേൾ എന്ന് പറയാൻ പറ്റില്ല, ഫീമെയിൽ ഫീറ്റസ് എന്ന് പറയാം അല്ലേ. അതായത് വെൻ ദ ഫീമെയിൽ ഫീറ്റസ് ഈസ് ഇൻസൈഡ് ദ മദേഴ്സ് യൂട്രസ്, മദറിൻ്റെ യൂട്രസിനകത്തുള്ള ഫീമെയിൽ ഗേൾ, മദറിൻ്റെ ഓവറിയിലേക്കല്ല ഞാൻ പോകുന്നത്, ഫീമെയിൽ ഫീറ്റസിൻ്റെ അകത്തുള്ള ഓവറിയിലോട്ട് പോവുകയാണെങ്കിൽ ആ ഓവറിയിൽ എന്തുണ്ട്? കപ്പിൾ ഓഫ് മില്യൺ ഗമേറ്റ് മദർ സെല്ലുണ്ട്. കപ്പിൾ ഓഫ് മില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈച്ച് ഓവറി, ഓരോ ഓവറിലും 2 മില്യൺ ഗമേറ്റ് അല്ലെങ്കിൽ 2 മില്യൺ ഊഗോണിയാസ് ഉണ്ട് എന്ന് ആലോചിക്കുക. 2 മില്യൺ ഊഗോണിയാസ് ഉണ്ട് കേട്ടോ. NCERT പ്രകാരം 2 മില്യൺ ഊഗോണിയാസ് ഉണ്ട്. എപ്പോൾ? ആ കുട്ടി ജനിച്ചിട്ടില്ല, ജനിക്കുന്നതിന് മുന്നുള്ള അവസ്ഥയാണ് 2 മില്യൺ ഊഗോണിയാസ്. ഈ 2 മില്യൺ ഊഗോണിയാസ് ഈ 2 മില്യൺ ഊഗോണിയാസിന് പിന്നീട് അതിൽ പല ഊഗോണിയാസും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല ഊഗോണിയാസ് അതിൽ ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബേബി ഗേൾ പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ ബേബി ഗേൾ ബർത്ത് സംഭവിച്ചപ്പോഴേക്കും പിന്നീട് പുതിയ ഒരു എന്ത് ആഡ് ചെയ്യുന്നില്ല, നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആഡഡ് ആഫ്റ്റർ ബർത്ത് എന്നുള്ളത് NCERT പറയുന്നുണ്ട് കേട്ടോ. ഈ ഊഗോണിയാസിൻ്റെ പ്രത്യേകത, ഊഗോണിയാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് ഊഗോണിയ. ഈ ഊഗോണിയക്ക് നടക്കുന്ന ഡിവിഷൻ എന്തൊക്കെയാണ്? ഇനീഷ്യലി മൈറ്റോസിസ് നടക്കും. ചില ആളുകൾ അതിൽ സ്പെഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്രൈമറി oocyte ആയി മാറുന്നുണ്ട്. ആ പ്രൈമറി oocyte ആണ് NCERT ഈ ഫിഗറിൽ കാണുന്നത്. ഇതാണ് പ്രൈമറി oocyte. ഈ പ്രൈമറി oocyteനെ, അപ്പോൾ കുറേ പ്രൈമറി oocyteകൾ ഉണ്ടല്ലോ, ഈ പ്രൈമറി oocyteനെ കവർ ചെയ്തിട്ട്
കുറച്ച് ഗ്രാനുലോസ സെല്ലുകൾ പുറത്തേക്ക് വരുന്നു. പ്രൈമറി ഊസൈറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് കുറേ ഗ്രാനുലോസ സെൽ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോളിക്കുലാർ സെൽസ് എന്നാണ്. അപ്പോൾ ഇതേപോലെ 2 മില്യൺ ഫോളിക്കിൾസ്, ഇതിനൊക്കെ നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുക കേട്ടോ. എന്താണ് പ്രൈമറി ഫോളിക്കിൾ? അപ്പോൾ ഇതേപോലെ കുറേ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട് എന്ന് ആലോചിക്കുക. ഈ പ്രൈമറി ഫോളിക്കിൾസിനകത്ത് ആരാ ഉള്ളത്? ഇതാരാ? പ്രൈമറി ഊസൈറ്റ് ആണ്. ഇതിൻ്റെ അകത്തിൽ നമുക്ക് ഊഗോണിയാണെന്ന് പറയാം. ഈ ഊഗോണിയൊക്കെ ഈ ഒരു ഊഗോണി എന്തായി മാറി? ഈ ഒരു ഊഗോണിയ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈമറി ഊസൈറ്റായി മാറുന്നുണ്ട്. എങ്ങനെ ഇത് പ്രൈമറി ഊസൈറ്റായി മാറുക? പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സൈറ്റോപ്ലാസം എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കൂടുതൽ സൈറ്റോപ്ലാസം കിട്ടിയതാർക്കാണ്? ഈ ഒരു പ്രൈമറി ഊസൈറ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് കുറേ ഗ്രാനുലോസ സെല്ലുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ശരിക്കും ഒരു ഫീമെയിൽ ഗേൾ ബർത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസുകൾ പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിലുള്ള പ്രൈമറി ഫോളിക്കിൾസിനകത്താണ് ഇവിടെ പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജുള്ളത്. ഈ പ്രൈമറി ഊസൈറ്റ് എന്നുള്ള സ്റ്റേജിലാണുള്ളത്. ഇനി സംഭവിക്കുന്നത് ഇനി ഒരു അറസ്റ്റാണ്. എത്ര വരെ അറസ്റ്റ് ഉണ്ട്? അപ് ടു പ്യൂബേർട്ടിയാണ്. പക്ഷേ പ്യൂബേർട്ടി ആകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 2 മില്യൺ ഊഗോണിയ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഈ 2 മില്യൺ ഊഗോണി എത്രയായി മാറി നോക്കൂ. അത് 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആയി. എന്ന് വെച്ചാൽ ഇതേപോലെ 60,000 അത് കുറഞ്ഞു, വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. അതിനകത്ത് ആരുണ്ട്? പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ഇത് ക്ലിയർ ആണല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് ഒരു പ്യൂബർട്ടി സമയത്തുള്ള ഒരു ഗേളുടെ സിറ്റുവേഷൻ. ഇനിയാണ് നമ്മൾ ഓരോ മാസവും ഈ 60,000 to 80,000 എന്ന് പറഞ്ഞ ആ ഒരു കളക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഒരു പ്രൈമറി ഫോളിക്കിൾ വീതം സെലക്ട് ആവുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു പ്രൈമറി ഫോളിക്കിളാണ് സെലക്ട് ആവുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, പലർക്കുള്ള കൺഫ്യൂഷനാണ്. ഇതെല്ലാവരും കൂടെ മാറുന്നുണ്ടെന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. ഈ 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടല്ലോ അല്ലേ, ഏത് സിറ്റുവേഷനിലാണ്? നമുക്ക് പ്യൂബർട്ടി സമയത്ത് അല്ലേ. ഈ പ്യൂബർട്ടി സമയത്തിൽ 60,000 to 80,000 ഒരു പ്രൈമറി ഫോളിക്കിൾ വീതം സെലക്ട് ആയി. കണ്ടോ, ഒരു പ്രൈമറി ഫോളിക്കിളാണ് ഈ കാണുന്നത്. അതിനകത്ത് ആരുണ്ട്? അതിനകത്ത് പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇവർക്ക് എന്ത് നടക്കും? NCERT പ്രകാരം തന്നെ പറയാം. ഈ പ്രൈമറി ഫോളിക്കിൾ എന്താവും? ഈ പ്രൈമറി ഫോളിക്കിളിന് എന്ത് കിട്ടും? ഈ പ്രൈമറി ഫോളിക്കിളിൻ്റെ ഈ പുറമേയുള്ള ഗ്രാനുലോസ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗ്രാനുലോസ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഗ്രാനുലോസ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ആരുണ്ട്? അതിനകത്ത് നമ്മുടെ ആളുണ്ട്. ആരത്? പ്രൈമറി ഊസൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡറി ഫോളിക്കിളായിട്ട് കൺസിഡർ ചെയ്യാം. സെക്കൻഡറി ഫോളിക്കിൾ ആകുമ്പോഴത്തേക്കും അതിൽ പുറമേ ഒരു തീക്ക ലെയർ ഉണ്ട് എന്ന് NCERT പറയുന്നുണ്ട്. അതിന് പുറമേ ആരുണ്ട്? തീക്ക ലെയർ. NCERT നിങ്ങൾ വായിച്ചോളണം. NCERTൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഇനി ഡെവലപ്പ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെക്കൻഡറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ടെറിഷറി ഫോളിക്കിൾ ആവും. ടെറിഷറി ഫോളിക്കിളിൽ എന്തുണ്ടാവും അറിയോ? ടെറിഷറി ഫോളിക്കിൾ ഇങ്ങനെ ഗ്രാനുലോസ സെല്ലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും കേട്ടോ. ഒപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. ആരാണ് ഇയാൾ? ഞാൻ ഈ ബ്ലൂവിൽ കാണിച്ച ആൾ പ്രൈമറി യൂസൈറ്റ് അല്ലേ. ആ പ്രൈമറി യൂസൈറ്റ് പതുക്കെ മിയോസിസ് 1 ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. മിയോസിസ് 1 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നുണ്ട്? അത് സെക്കൻഡറി യൂസൈറ്റായി മാറുന്നുണ്ട്. ആ പരിപാടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡറി യൂസൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ആരുണ്ട്? ഗ്രാനുലോസ സെല്ലുകളുണ്ട്. കണ്ടോ, ഗ്രാനുലോസ സെല്ലുണ്ട്. ആൻഡ് ഇവിടെ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ഈ ക്യാവിറ്റിക്ക് ആൻഡ്രം എന്നും NCERT പറയുന്നുണ്ട്. ആൻഡ് വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇവിടെ തീക്ക എന്ന് പറഞ്ഞ ഈ ലെയർ അപ്പോഴത്തേക്കും എന്തായി മാറിയിട്ടുണ്ടാവും എന്ന് അറിയോ? ഒരു തീക്ക ഇൻറ്റേണേ ഉണ്ടാവും. അതിന് പുറമെ ഒരു തീക്ക എക്സ്റ്റേണ എന്ന് പറഞ്ഞൊരു ലെയറുമായിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് അവിടെ ടെറിഷറി ഫോളിക്കിൾ ആവുന്ന സമയത്തേക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ് കേട്ടോ. ടെറിഷറി ഫോളിക്കിളിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈമറി ഊസൈറ്റ് ഏത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും എന്നറിയോ? ദിസ് വിൽ ബി റീച്ചിങ് ദ സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജ്. സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയും. പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റായി മാറുന്ന സമയം എന്ന് പറയുന്നത് എന്താ? പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റായി മാറുന്നത് എപ്പോഴാണ്? മിയോസിസ് 2 അല്ലേ, മിയോസിസ് 1 ഫിനിഷ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ മിയോസിസ് 1 ഫിനിഷ് ചെയ്തു, സെക്കൻഡറി യൂസൈറ്റായി. ഈ സാധനം തന്നെ പിന്നീട് കുറച്ചുകൂടെ ലെങ്ത് ഒക്കെ കൂടി ദിസ് വിൽ ബി കൺവേർട്ടിങ് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ സ്റ്റേജ് ആണ്. ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾ ആര് ആക്ട് ചെയ്യുന്നു? നമ്മുടെ LH എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ആക്ട് ചെയ്യുന്നു. ഈ ഫോളിക്കിൾസിനൊക്കെ മെച്ചുർ ചെയ്യിപ്പിച്ചത് ആരാണെന്നറിയോ? FSH ആണ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇന്റേൺ ഈ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈസ്ട്രോജൻ ആണ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാ. ഈ LH പിന്നീട് എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? ഈ ഡെവലപ്പ് ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ ആക്ട് ചെയ്യും. ഈ ടെറിഷറി ഫോളിക്കിൾ തന്നെ കുറച്ചുകൂടെ അതിൻ്റെ സൈസൊക്കെ കൂട്ടി ഗ്രാഫിയൻ ഫോളിക്കിളായി. ആൻഡ് വാട്ട് വിൽ ബി ഹാപ്പനിങ്? യെസ്, ദിസ് വിൽ ബി റപ്ചറിങ്. ഇത് റപ്ചർ ചെയ്തു. കണ്ടോ, റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് ആരാണ് പുറത്തേക്ക് വരിക? പുറത്തേക്ക് വരുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ
സെക്കൻഡറി oocyte പുറത്തേക്ക് വരുന്നു. സെക്കൻഡറി oocyteനെ സറൗണ്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 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 നോൺ സെല്ലുലാർ ആയിട്ടുള്ള മെംബ്രെയിനസ് ആയിട്ടുള്ള സോണ പെല്ലൂസിഡ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ടായിട്ട് ഗ്രാനുലോസ സെല്ലുകൾ തന്നെയാണ്, അത് പക്ഷേ ഒരു സെല്ലുലാർ ലെയറിലോട്ട് മാറിയിട്ടുണ്ടാവും. ഡു യു നോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സെല്ലുലാർ ലെയർ അറൗണ്ട് ദിസ് സെക്കൻഡറി oocyte? ക്യാൻ എനിവൺ സേ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സെല്ലുലാർ ലെയർ? ഈ സെല്ലുലാർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊറോണ റേഡിയേറ്റ എന്നാണ് വിളിക്കുക. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള നോൺ മെംബ്രെയിനസ് ആയിട്ട് മെംബ്രെയിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സെല്ലുലാർ ആയിട്ടുള്ള ഈ ലെയറിന് നമ്മൾ വിളിക്കുന്ന പേര് സോണ പെല്ലൂസിഡ എന്നാണ്. ഈ സാധനമാണ് ഇത് സെക്കൻഡറി oocyte, ഇതിനകത്താണ് സെക്കൻഡറി oocyte. ഈ ആളാണ് പിന്നെ നമ്മുടെ ആംപുല ആംപുലർ ഇസ്മിക് ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിൽക്കുന്നു. അവിടേക്കാണ് നമ്മുടെ ആര് കയറി വരുന്നത്, നമ്മുടെ സ്പേം വരുന്നത്. ബാക്കി കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 60,000 to 80,000 ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഓരോ മാസം ഇനി അടുത്ത മാസം അടുത്ത പ്രൈമറി ഫോളിക്കിൾ സെലക്റ്റഡ് ആവും, അത് സെക്കൻഡറി ആവുന്നു, ടെറിഷറി ആവുന്നു, ഗ്രാഫിൻ ആവുന്നു, പൊട്ടുന്നു. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് എന്തായി മാറും എന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് എൻറ്റയർലി ഇത് എന്തായി മാറും, യെല്ലോയിഷ് ആയിട്ടുള്ള കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആവും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യും. ആ കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് ദ ബേസിക് ഡീറ്റെയിൽസ് ഓൺ ദിസ് oogenesis ആസ് വെൽ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് വരും? 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ടെറിഷറി ഫോളിക്കിൾ വരും. ടെറിഷറി ഫോളിക്കിളിനകത്താണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡറി oocyte ഉണ്ടായത്. അത് നമ്മളിപ്പോൾ കാണിച്ചു. ചേഞ്ചസ് ഇൻ GnRH പൾസ് ഫ്രീക്വൻസി ഈസ് റെഗുലേറ്റഡ് എന്നാണ് ചോദിച്ചത്. GnRH നോക്കൂ മക്കളെ, this is very important concept. GnRH will go and act on the anterior pituitary which produces the LH FSH എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ LH ഉം FSH ഉം പോയിട്ട് LH പോയിട്ട് ആക്ട് ചെയ്യുന്നത് ഫീമെയിൽസിൻ്റെ കേസിലാണ്. LH is going and acting over the graphene follicle which leads to the ovulation and corpus luteum producing. Corpus luteum in turn എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? Corpus luteum in turn will be producing the progesterone and FSH will go and act over the follicles, growing follicles in turn produce ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. ഓക്കെ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും നല്ലോണം കൂടി എന്ന് വിചാരിക്കുക. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലാണ് പ്രൊജസ്ട്രോൺ ഈസ്ട്രോൺ ഒരുമിച്ച് കൂടുന്നത്. ഇത് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്യാൻ എനിവൺ സേ? ദ ഫീഡ്ബാക്ക് വിൽ ബി ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആണ് കേട്ടോ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവിടെ പോകുന്നത്. അപ്പോൾ പോകുന്നത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിക്കഴിഞ്ഞാൽ ഇവരെ പ്രൊഡക്ഷൻ നിൽക്കും. കണ്ടോ? ആക്ച്വലി ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരുമിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഒരുമിച്ച് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താ? എന്തിനാണ് കൊടുക്കുന്നത്? ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലിൻ്റെ പർപ്പസ് എന്താ? വാട്ട് ഇസ് ദ പർപ്പസ്? ദ പർപ്പസ് ഈസ് ടു പ്രിവെൻറ്റ് ദ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസി നടക്കില്ല. അപ്പോൾ ഇവിടെ നടക്കുന്നത് ശരിക്കും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കോമ്പിനേഷനായിട്ട് ആ ലേഡി കഴിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പോകുന്നത്. കണ്ടോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് പോകുന്നു. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? LH ഇല്ല, FSH ഇല്ല. അപ്പോൾ LH FSH ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല? LH FSH പീക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ ഓവുലേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ദ ബേസ് റിഗാർഡിംഗ് ദിസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് GnRHൻ്റെ പൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ഞാൻ 11th ക്വസ്റ്റ്യനിലോട്ട് കയറാം. എക്സ്ട്രൂഷൻ ഓഫ് സെക്കൻഡ് പോളാർ ബോഡി ഫ്രം ദ എഗ് ന്യൂക്ലിയസ് ഒക്കേഴ്സ് ഡ്യൂറിങ് എന്നാണ് ചോദിച്ചത്. സെക്കൻഡ് പോളാർ ബോഡി പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മിയോസിസ് 2 ഫിനിഷ് ആവണം എന്നല്ല അർത്ഥം. മിയോസിസ് 2 ഫിനിഷ് ആവണം എന്നുണ്ടെങ്കിൽ സ്പേം എൻ്റർ ചെയ്യണം. പക്ഷേ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ ന്യൂക്ലിയസും ഓവൻ്റെ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യുന്നതാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ആഫ്റ്റർ ദ എൻട്രി ഓഫ് സ്പേം ബട്ട് ബിഫോർ ദ ഫെർട്ടിലൈസേഷൻ. ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. 12th ക്വസ്റ്റ്യനിലോട്ട് കയറാം. So 12th question, no new follicles develop in the luteal phase of the menstrual cycle. Menstrual cycle luteal phase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാഫാണ്. അവിടെ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് ഇല്ല. ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് ഫസ്റ്റ് ഹാഫിലാണല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ഗ്രാഫിയൻ, കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയം മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ നിന്ന് പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ എന്തില്ല? follicles-ന്റെ ഡെവലപ്മെന്റ് ഇല്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ റീസൺ എന്താ? ആ സെക്കൻഡ് ഹാഫിൽ ആര് കുറവാ, ആര് താഴെ കിടക്കുന്നത്? LH FSH താഴെ കിടക്കും. FSH എസ്പെഷ്യലി FSH കുറയുന്നതാണ് മെയിൻ റീസൺ. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. സോ ബെറ്റർ ആൻസർ വിൽ ബി ബോത്ത് FSH ആൻഡ് LH ആർ ലോ ഇൻ ദ ലൂട്ടിയൽ ഫേസ് എന്നുള്ളതാണ് അതിൽ ബെറ്റർ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, 13th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. 13th ക്വസ്റ്റ്യൻ ഏതാ? മിയോസിസ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മിയോസിസ് എപ്പോഴാണ് ഫിനിഷ് ചെയ്യുക? മിയോസിസ് ഫിനിഷ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മിയോസിസ്
മിയോസിസ് ഫിനിഷ് ചെയ്യണം, മിയോസിസ് എന്ന് പറയുമ്പോൾ മിയോസിസ് 2 ആണ് ഉദ്ദേശിക്കുന്നത്. മിയോസിസ് 2 ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം? നമ്മുടെ ഹീറോ വരണം. ആരാണ് ഹീറോ? നമ്മുടെ സ്പേം വരണം അല്ലേ. സ്പേം വരുന്നു, ഫ്യൂഷൻ നടക്കുന്നു, ഫ്യൂഷൻ ഓഫ് ദ സ്പേം വിത്ത് ഓവ. അത് നടന്നാൽ മാത്രമേ മിയോസിസ് 2 ഫിനിഷ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. സോ 3 വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ. 14th ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ, in humans at the end of 12 weeks of the pregnancy the following is observed. ഇത് NCERTയിലെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കറക്റ്റ് ആൻസർ മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റം ആർ ഫോംഡ് എന്നുള്ളതാണോ. NCERTയിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വരാം. NCERTയിലെ ലാസ്റ്റ് പേജ്, NCERT ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ലാസ്റ്റ് പേജിലുള്ള കാര്യമാണ് ഇത്. നമ്മളൊരു ഫിഗർ ആയിട്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ യെസ് ഫസ്റ്റ് മന്തിൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് മന്ത് ഞാൻ ഇതിലൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് മന്തിൽ ഒരു ഹാർട്ട് ഉണ്ട് എന്ന് ആലോചിക്കാം. ഫസ്റ്റ് മന്തിൽ ഹാർട്ട്. അപ്പോൾ ഫസ്റ്റ് മന്തിലാണ് ഹാർട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ പറ്റും. ഹാർട്ട് ബീറ്റ് ഒക്കെ സാധാരണഗതിയിൽ മെഷീനോ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് മേ ബി നോട്ടീസ് ബൈ ലിസണിങ് ടു ഹാർട്ട് എന്ന് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്തിൽ എന്താ കൊടുത്തത്? അതാണ് സെക്കൻഡ് മന്ത് ഞാൻ ചെയ്ത് കേട്ടോ. എല്ലാത്തിൻ്റെ എൻഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെക്കൻഡ് മന്തിൽ എന്താ പറഞ്ഞത്? ഫീറ്റസ് ഡെവലപ്പ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആണോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലിംബ് കാണിച്ചു. അതിലിങ്ങനെ ഡിജിറ്റ്സ് കാണിക്കുന്നു കേട്ടോ. ഡിജിറ്റ്സ് ഒരു വേറെ ജീവിൻ്റെ ഡിജിറ്റ്സ് പോലെ ഉണ്ട്. തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഇനീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് NCERT പറഞ്ഞത് എന്താ? എൻഡ് ഓഫ് 12 വീക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. എൻഡ് ഓഫ് 12 വീക്ക് എന്ന് പറയുമ്പോൾ 12 വീക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ. 12 വീക്ക് എന്ന് പറയുമ്പോൾ ഒരു മന്തിൽ 4 വീക്സ് ആണ്. അപ്പോൾ എത്ര മന്തായി? ടോട്ടലി 3 മന്തായില്ലേ. അപ്പോൾ തേർഡ് മന്ത്, ബൈ ദ എൻഡ് ഓഫ് തേർഡ് മന്ത് എന്താണ് NCERT പറഞ്ഞത്? ബൈ ദ എൻഡ് ഓഫ് തേർഡ് മന്ത് മോസ്റ്റ് ഓഫ് ദ ഓർഗൻ സിസ്റ്റംസ് ആർ വെൽ ഡെവലപ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഗൻ സിസ്റ്റംസ് എന്ന് ഞാൻ എഴുതാണ്. മാത്രമല്ല ഫോർ എക്സാമ്പിൾ ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ലിംസും എക്സ്റ്റേണൽ ജെനിറ്റാലിയും ഒക്കെ ബേബിക്ക് വന്നിട്ടുണ്ടാവും. ലിംസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, തേർഡ് മന്ത്. അപ്പോൾ തേർഡ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തേർഡ് മന്ത് എന്ന് പറയുന്നത് 12 വീക്കാണ്. 12 വീക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് അല്ലേ. ഒരു വലിയ ഒരു ബോർഡറാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. നമുക്ക് 3 ട്രൈമസ്റ്ററാണ് 3 ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, പിന്നെ തേർഡ് ട്രൈമസ്റ്റർ അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് തേർഡ് മന്തായി. പിന്നെ ഫോർത്ത് മന്ത് NCERT പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഫോർത്ത് മന്തിൽ ഞാൻ ഒന്നുമില്ല എന്ന് കാണിക്കുകയാണ്. ഫോർത്ത് മന്തിൽ NCERT പ്രകാരം നിങ്ങൾക്കൊന്നും പഠിക്കാമല്ല. ഓക്കെ, ഫിഫ്ത്ത് മന്തിൽ NCERTയിൽ എന്താ പറയുന്നത് നോക്കൂ. ഫിഫ്ത്ത് മന്തിൽ ഫീറ്റസ് ഫസ്റ്റ് മൂവ്മെൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. ദ മദർ ക്യാൻ അപ്രീഷിയേറ്റ് ദ ബേബീൻ്റെ ഒരു മൂവ്മെൻറ്റ്, ചലനങ്ങൾ ആ ഒരു അമ്മക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ഓഫ് ദ ഫീറ്റസ്. അപ്പോൾ ഞാൻ ഒരു ബേബിനെ കാണിക്കണം കേട്ടോ. ബേബിൻ്റെ തലയിൽ മുടിയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ബേബിയാണ്. ആൻഡ് ബേബിൻ്റെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തല ഇങ്ങനെ ആടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് മന്തിൽ അത് സംഭവിച്ചു. ഇനി NCERT പറയുന്നത് എന്താ? 24 വീക്സ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ, ഐലിഡ് സെപ്പറേറ്റ്, ഐ ലാഷസ് ഫോം, ഐ ലാഷസ്, ഹെയർ ഒക്കെ ഒരു ഹെയറുമായിട്ട് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. അങ്ങനെയെങ്കിലും ആലോചിച്ച് വെക്കാം. അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് 6th മന്ത് അല്ലേ. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6th മന്തായിട്ട് കൺസിഡർ ചെയ്യാം. 6th മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 24 വീക്കാണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ നോക്കൂ. സെക്കൻഡ് ട്രൈമസ്റ്റർ അടുത്തൊരു ജംഗ്ഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ കുറേ ഹെയർസ് ഉണ്ടെന്നെങ്കിലും ആലോചിച്ച് വെക്കാം. ഞാൻ കുറച്ച് ഹെയർസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഹെയർസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം ഐലിഡ്, ഐ ലാഷസ്, ബോഡിയിൽ ഫുള്ള് ഹെയർ വന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ആക്ച്വലി ദർ ഇൻ ദിസ് ഫിഗർ. NCERT കംപ്ലീറ്റ് ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഏതായിരുന്നു? എൻഡ് ഓഫ് 12 വീക്സിൻ്റെ കാര്യമാണ് ചോദിച്ചത്. 12 വീക്സിൽ മേജർ ഓർഗൻ സിസ്റ്റം വിൽ ബി ഫോംഡ്. ഹോപ്പ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ ഓൺ ദിസ്. ഓക്കെ, 15th ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കാനുണ്ട്. വി ആർ ആൾമോസ്റ്റ് എൻഡിങ് കേട്ടോ. നമ്മൾ ആൾമോസ്റ്റ് എൻഡിങ് ആണ്. 15th ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കയറുകയാണ്. 15th ക്വസ്റ്റ്യൻ എന്താ? സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത് കേട്ടോ. നമുക്ക് നോക്കാം. LH ആൻഡ് FSH ട്രിഗേഴ്സ് ഓവുലേഷൻ അല്ലേ. LH ആണ് മെയിൻലി, പക്ഷേ FSH കൂട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആൻസർ ശരിയാണ്. LH ആൻഡ് FSH ഡിക്രീസ് ഗ്രാജുവലി ഡ്യൂറിങ് ഫോളിക്കുലർ ഫേസ്. ഫോളിക്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫല്ലേ. നമ്മളത് പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് ഹാഫിൽ ഒരിക്കലും കുറയുന്നില്ല, ഡിക്രീസ് ഗ്രാജുവലി അല്ല. എന്തായാലും ഇവരിങ്ങനെ കൂടുന്നേ ഉള്ളൂ അല്ലേ. ഇവരിങ്ങനെ LH FSH ഇങ്ങനെ കൂടുന്നല്ലേ ഉള്ളൂ അല്ലേ. പിന്നീട് അവർ അടുത്ത ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? അടുത്ത ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസിലാണ് അവർ കുറയുന്നത്. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. LH ട്രിഗേഴ്സ് സെക്രീഷൻ ഓഫ് ആൻഡ്രജൻസ് ഫ്രം ലേഡിംഗ് സെൽസ്. ഞാൻ പറഞ്ഞത് L for L അല്ലേ. LH ലേഡിംഗ് സെൽസിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. FSH സ്റ്റിമുലേറ്റ് സെർട്ടോളി സെൽസ് വിച്ച് ഹെൽപ്പ് ഇൻ സ്പെർമിയോജെനസിസ്. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി 2 വിൽ ബി ദ ആൻസർ.
ഇനി 16th ക്വസ്റ്റ്യൻ. 16th ഇസ് എ പ്രീവിയസ് എയിംസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം NCERT ഈ ABCD കറക്റ്റ് നിങ്ങൾക്ക് ആ ക്ലീവേജിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ഫിഗർ ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, A റെപ്രസെൻറ്റ് ഫെർട്ടിലൈസ്ഡ് സൈഗോട്ട്. ഒരിക്കലും അല്ല, ഇത് സൈഗോട്ടായി മാറിയിട്ടില്ല. സ്പേം വന്നു, ഇതാരാ? സ്റ്റിൽ ദിസ് ഈസ് ഹും, സ്റ്റിൽ ദിസ് ഈസ് ദ നമ്മുടെ ഓവയാണ്. ഓവയായിട്ട് സ്പേം മീറ്റ് ചെയ്യുന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൈഗോട്ട് അല്ല, ഡെഫിനറ്റ്ലി 1 തെറ്റാണ്. ടു ബി റെപ്രസെൻറ്റ് മോറില. മോറില എന്ന് പറയുന്നത് 8 to 16 സെൽ എത്തണം. ഇത് ഏകദേശം 4 സെല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ബി എന്തല്ല, മോറിലല്ല. സി റെപ്രസെൻറ്റ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഒരിക്കലുമില്ല. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലേ. ഇതിൻ്റെ കറക്റ്റ് ദിസ് ഈസ് വാട്ട്, ദിസ് ഈസ് ദ കറക്റ്റ് മോറുല സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. ദിസ് ഇസ് ദ കറക്റ്റ് മോറുല സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഡി ഏതാണ്? ഡി വിൽ ബി കറക്റ്റ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. അതിൻ്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്. ഇതിനാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. സോ ഓപ്ഷൻ 4 വിൽ ബി ദ കറക്റ്റ് തിങ്. യാ വി ആർ ആൾമോസ്റ്റ് എൻഡിങ് ടോ മക്കളെ. ആൾമോസ്റ്റ് നമ്മൾ തീരാൻ പോവാണ്. 17th ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ. 17th ക്വസ്റ്റ്യൻ. യാ 17th ക്വസ്റ്റ്യൻ എന്താ? Which of the following hormone level will cause the release of ovum from the Graafian follicle? ഓവം, അതായത് ഓവുലേഷന് കാരണമായിട്ടുള്ള ഹോർമോൺ നമ്മൾ തപ്പുന്നത് LH ആയിരിക്കും. പക്ഷേ LH എന്നുള്ള ഓപ്ഷൻ അതിലില്ലല്ലേ. ലോ ലെവൽ ഓഫ് LH എന്തായാലും അല്ല. അപ്പോൾ LH ഇല്ല, എന്തായാലും FSH ഹൈ ആണ്. ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ അല്ല. അപ്പോൾ പിന്നെ ആൻസർ ഡെഫിനറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രജൻ ആണ്. ഓക്കെ, ഇൻസൈഡ് നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കുത്തേണ്ടി വരും കേട്ടോ. ഇതിലെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് LH സർജ് ആണ്. പക്ഷേ നമുക്കറിയാം 14th ഡേ ആകുമ്പോഴത്തേക്കും ഈസ്ട്രജനും പീക്ക് ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രജൻ നമുക്ക് കുത്താൻ പറ്റും. ഓക്കെ, 18th ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളത് NCERT ഡിഫറൻറ്റ് ഏരിയ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് oogenesisമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. 18th ദ പ്രൈമറി follicles get surrounded by more layers of granulosa cell. A new theca shows fluid filled antrum. Now it is secondary follicle. ആണോ? സെക്കൻഡറി follicle എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്രാനുലോസ സെൽ പ്രൈമറി follicle നമ്മളിത് ആൾറെഡി പറഞ്ഞതാണ്. നമുക്ക് അകത്ത് നമ്മുടെ പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലെയർ ആണെങ്കിൽ, ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ ആണെങ്കിൽ അത് നമ്മുടെ പ്രൈമറി follicle-ആണ്. ആൻഡ് ഒരുപാട് ഗ്രാനുലോസ സെല്ലുകൾ വന്നു വിചാരിക്കുക. ഒരുപാട് ഗ്രാനുലോസ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായി? സെക്കൻഡറി follicle-ആയി. സെക്കൻഡറി follicle-നെ സറൗണ്ട് ചെയ്തിട്ട് പക്ഷേ ആരുണ്ട്? ഒരു തീക്ക ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ടെർഷ്യറി follicle ആണെങ്കിൽ എന്തായി മാറണം? ടെർഷ്യറി follicle ആണെങ്കിൽ ഇതിനകത്തൊരു ക്യാവിറ്റി വരണം. ഇവിടെ ഒരു ക്യാവിറ്റി, ദിസ് ഇസ് എ ക്യാവിറ്റി. ഇത് ഏകദേശം പ്രൈമറി സെക്കൻഡറി ഊസൈറ്റ് നമ്മുടെ പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റായി മാറും. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു തീക്ക ഇന്റേണേ ഉണ്ടാവും, ഒരു തീക്ക എക്സ്റ്റേൺ. ഇതാണ് ടെർഷ്യറി ഊസൈറ്റ്, ടെർഷ്യറി follicle എന്ന് പറയുന്നത്. സോ ടെർഷ്യറി follicle ആണ് ഇത് കറക്റ്റ് വരിക, സെക്കൻഡറി അല്ല. സോ ദിസ് ഈസ് ഫാൾസ്. ഗ്രാഫിയൻ follicle റപ്ചർ ടു റിലീസ് ദ സെക്കൻഡറി ഊസൈറ്റ് ഫ്രം ദ ഓവറി ബൈ ദ പ്രോസസ് കാൾഡ് ഓവുലേഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ആൻസർ ചെയ്ത് വരും 18th ഓപ്ഷൻ വിൽ ബി സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ആൻഡ് only 2 question remaining. The menstrual cycle begins at എന്നാണ് ചോദിച്ചത്. കൺവെൻഷനലി നമ്മൾ പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നത് എപ്പോഴാണ്? അറ്റ് ദ എൻഡ് ഓഫ് മെൻസ്ട്രൽ പീരിയഡ്, 1 menstrual period എന്ന് പറയുന്നതിനെ ബിഗിൻസ് ആണ് ചോദിച്ചത് അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ്, ദിസ് ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. നമുക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളൊരു സാധനമാണ് കേട്ടോ. നോക്കൂ, അറ്റ് ദ എൻഡ് ഓഫ് 1 menstrual period അത് എൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ചോദിച്ചത് എന്താ? മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? അതെപ്പോഴാണ്? ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ ഡേ 1 മുതലാണ്. മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ല സൈക്കിൾ തുടങ്ങുന്നത്. നമുക്ക് തെറ്റാവുന്ന സാധനമാണ് കേട്ടോ. കൺവെൻഷനലി നമ്മൾ എടുക്കുന്നത് മെൻസ്ട്രൽ സൈക്കിൾ ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ സെഷൻ കേട്ടോ. ഓക്കെ, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് പാസസ് ത്രൂ ദ യൂട്രസ് ആൻഡ് വെജിന ത്രൂ ഡെലിവറി. അവിടെ തന്നെ പോയില്ലേ. ഡ്യൂറിങ് ഡെലിവറി ആണെങ്കിൽ ബെറ്റർ. ഇതിൽ ബർത്ത് കനാലുമായി ബന്ധപ്പെട്ടുള്ള, ബർത്ത് കനാൽ എന്ന് പറയുന്നത് ശരിക്കും യൂട്രസ് അല്ല. ഡ്യൂറിങ് ഡെലിവറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി സമയത്ത് കുട്ടി താഴോട്ട് എത്തുന്നുണ്ട് അല്ലേ. താഴോട്ട് എത്തിക്കഴിഞ്ഞിട്ട്, താഴോട്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലോവർ പെൽവിസിലോട്ട് എത്തി ബേബി യൂട്രസിൽ നിന്ന് ഏകദേശം താഴോട്ട് എത്തി, സെർവിക്സിൻ്റെ അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സെർവിക്സിൻ്റെയും വെജൈനയിലൂടെയാണ് ബേബി പിന്നീട് പുറത്തേക്ക് വരുന്നത്. ബർത്ത് കനാലിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഡെലിവറി ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ സെർവിക്സ് ആൻഡ് വെജൈന എന്നുള്ളതാണ് ഇതിലെ ബെറ്റർ ആൻസർ അല്ലേ. അത് തെറ്റായിട്ട് നമുക്ക് എടുക്കാം. ബാക്കി 3ഉം ശരിയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ചൈൽഡ് ബർത്ത് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സിഗ്നൽസ് ഫ്രം എ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഓർ പ്ലാസന്റ. NCERT ലൈൻ ആയിട്ട് പറയുന്നുണ്ട്. ചൈൽഡ് ബർത്ത് ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. NCERT ലൈനാണ്. ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ഓക്സിറ്റോസിൻ ലെവൽസ് ആർ ഇൻക്രീസ്ഡ് വിത്ത് ഈച്ച് യൂട്രൈൻ കോൺട്രാക്ട്. ആദ്യം ഓക്സിറ്റോസിൻ വരും. ഫർദർ കോൺട്രാക്ഷൻ്റെ ഫലമായിട്ട് വീണ്ടും ഓക്സിറ്റോസിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരും എന്നുള്ളതാണ് കേട്ടോ. സോ ഡെഫിനറ്റ്ലി 1 വിൽ ബി ദ
ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ മക്കളെ, ഹോപ്പ് ദ ഡിസ്കഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് 20 ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. സോ ഹോപ്പ് യു എൻജോയ്ഡ് വെൽ. നമുക്ക് വീണ്ടും അടുത്തൊരു ഡോപ്പ ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ മറക്കണ്ട, ഡോപ്പയിൽ നിങ്ങൾക്ക് ഇത് ഓരോ ദിവസവും നമുക്ക് ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഡോപ്പ ടെസ്റ്റ് സീരീസിലെ ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്ത് വരും, അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാം. ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കാവുന്ന 20 ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡിസ്കഷൻ. ഈ ഒരു സമയത്ത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ആകെ 1.25 മണിക്കൂറുകൾ ഈ ഒരു ചെറിയ ടൈമിൽ നമ്മൾ ഒരുവിധം ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാവുന്ന കണ്ടൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് യാ, ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. യാ, ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത ഒരു ദിവസം നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസ്കഷനുമായിട്ട് നമുക്ക് കാണാം. Till then, bye bye. Okay, good night. Thank you all. Thank you Aizam. Thank you Rahmat Niza. Thank you. Okay, see you. Thank you all. Thank you.